പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവെ, ഈ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസികായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരണം. മറ്റുമായി സമർപ്പിക്കുകയാണ്. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും മഹത്വത്തോടത്തേക്ക് തരുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകം നിൻ്റെ കൃപയുണ്ടാകണം. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുമൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ സെഫ രാജേഷാണ്. തിരുവനന്തപുരത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിരിക്കുന്നേ? ലാസ്റ്റ് വീക്കിൽ നമ്മൾ കൊച്ചി വെച്ച് കാണാനൊക്കെ ദൈവം ഇടയായി. നമ്മുടെ ഓരോ യാത്രയും നമ്മൾ പോകുന്നതെല്ലാം കർത്താവിൻ്റെ വലിയൊരു ഹിതമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇടയായി. കാരണം അതുകൊണ്ടാണ് സെഫ് സിസ്റ്ററെ കാണാനും ഇങ്ങനെ ഒരു ലൈവ് ക്രമീകരിക്കാനും ഒക്കെ ദൈവം ഇടയാക്കിയത്. സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 2-3 വർഷം മുമ്പ് സെഫ് സിസ്റ്ററുടെ സാക്ഷ്യം എടുക്കാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പല കാരണങ്ങളാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴാണ് സിസ്റ്റർ സാക്ഷ്യം ആസാദിയിലൂടെ പുറത്തു വരുവാൻ ഒരു സാവകാശം ഒരുങ്ങിയത്. ഒത്തിരി സന്തോഷമുണ്ട്. സിസ്റ്റർ ചർച്ചിലെ ഒരു മോഡൽ സാക്ഷ്യം നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? അതെ അതെ, നല്ലൊരു സാക്ഷ്യമായിരുന്നു. ആ മോക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ആ മോള് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാഷനേജ് കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലേ? മകളുടെ ഒരു വിടുതൽ ശുശ്രൂഷയിൽ നിങ്ങൾ ഒന്നിച്ച് നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ഒരു ദിവസം സിസ്റ്ററെ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് വീട്ടുകാരിയൊക്കെ പറഞ്ഞ് തുടങ്ങാം. ട്രിവാൻഡ്രത്ത് വെള്ളറടയാണ്, പക്ഷേ ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് തന്നെ അമ്പൂരിക്കടുത്ത് വാഴിച്ചൽ പേരേക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താ ജനിച്ചു വളർന്നത്. ഓക്കെ. പാസ്റ്റർ വീട് കാട്ടാക്കട പൂവച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താ. ഓക്കെ. പൊതുവിൽ നിങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രം ഏരിയയിലും ശുശ്രൂഷിക്കുന്നത് അവിടെ തന്നെ? അതെ അതെ. ഇപ്പൊ ഞങ്ങൾക്ക് ചർച്ച് വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്താ. വെള്ളറട. അതെ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നു. അതെ. അപ്പം മാതാപിതാക്കളെ കുറിച്ചും ഒക്കെ പറയാം. ചെറിയ പ്രായത്തിലുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം സിസ്റ്ററിന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആസാദി ചാനലിലൂടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന് ഒത്തിരി നന്ദി. അതുപോലെ എനിക്ക് ദാസി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുവാനും കാണുവാനൊക്കെ പ്രിയ സാൻഡി ആന്റിയെ അടുക്കൽ അഴിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും പ്രിയ കർത്താവിന്റെ ദാസിക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് എന്നെ വളർത്തി ഇങ്ങനെ വരുവാനിടയായി തീർന്നതും. എനിക്ക് പപ്പയും അമ്മയും എനിക്കൊരു സഹോദരനും ഉണ്ട്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അതിന് നടുവിൽ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. 3 മദ്യപാനികളുള്ള ഒരു ഭവനമായിരുന്നു എൻ്റെ ഭവനം. എൻ്റെ പപ്പയും പപ്പയുടെ പപ്പ, അതായത് എൻ്റെ അപ്പച്ചൻ, അതുപോലെ പപ്പയുടെ ഒരു അനുജനുണ്ട് പുള്ളി, അങ്ങനെ 3 പേരും ഒരുപോലെ മദ്യപിച്ച് ഭവനത്തിനകത്ത് കടന്നു വന്ന് സമാധാനം നൽകാതെ സ്വന്തമായിട്ട് ഭവനത്തിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം വളരെ പ്രയാസത്തിന്റെയും
പ്രതികൂലത്തിന്റെയും കഷ്ടതയുടെയും പട്ടിണിയും ദാരിദ്ര്യവും അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ചുരുക്കമായി പറയുകയാണെങ്കിൽ പപ്പയെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. എപ്പോഴും പപ്പ അമ്മയെ ഉപദ്രവിക്കുന്നത് മാത്രമാ കണ്ടു വളർന്നത്. അപ്പൊ പപ്പ ഇന്ന് പപ്പയുണ്ട്. 75 വയസ്സോട് അടുക്കുന്നു, വാർദ്ധക്യത്തോടൊക്കെ അടുക്കുകയാണ്. അപ്പൊ പപ്പ കിടന്നുറങ്ങുന്നത് കല്ലറയിലായിരുന്നു. വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. എല്ലാവർക്കും വയ്ക്കുന്ന ഭക്ഷണം ഒറ്റ ഇരിപ്പിരുന്ന് കഴിച്ചിട്ട് രാത്രിയിൽ ഭക്ഷണം തികയത്തില്ല. പിന്നെ വയറ്റത്തടിച്ച് ഇങ്ങനെ കരയും, എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞു ഭയങ്കര കരത്തിൽ കരയും. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് ഒരു പക്ഷെ കഴിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. കുളിച്ചിട്ട് താഴെ ഒരു കല്ലറയുണ്ട് വീടിന്റെ താഴ്ഭാഗത്ത്, അവിടെ പോയി കിടന്നുറങ്ങും. ഈ വണ്ണമുള്ള മരങ്ങളെയൊക്കെ ഇടത് കൈകൊണ്ട് പിഴുത് ചകിരി പിന്നുന്ന പോലെ പിന്നിപ്പിറക്കി വയ്ക്കും. മാത്രമല്ല വീടിനകത്ത് സമാധാനത്തിന് വേണ്ടി മന്ത്രവാദങ്ങൾ ചെയ്തു. ഒത്തിരി മന്ത്രവാദികൾ കടന്നു വന്നു. സമാധാനമില്ല, അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി മന്ത്രവാദങ്ങൾ ചെയ്യുകയും കന്യാകുമാരി പോയി കടൽ വെള്ളം കൊണ്ടുവന്ന് ശുദ്ധികലശം ചെയ്ത നിങ്ങളുടെ വീട്ടിന് സമാധാനം കിട്ടുമെന്ന് അടുത്ത ക്ഷേത്രത്തിൽ ഒരു പൂജാരി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ കന്യാകുമാരി പോയി കടൽ വെള്ളം കൊണ്ടുവന്ന് വീടിന്റെ 4 ദിശയിലും ശുദ്ധികലശം ചെയ്യുകയും കർമ്മങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളൊക്കെ ചെയ്യുവാനിടയായി തീർന്നു. പക്ഷെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഇന്നാണ് കറണ്ടും ലൈറ്റും ഒക്കെ വന്നത്. പക്ഷെ അന്ന് മണ്ണെണ്ണ വിളക്കാണ് നമ്മുടെ കുട്ടിക്കാലത്ത്. അപ്പൊ ഇവർക്ക് മദ്യപിച്ചിട്ട് കടന്നു വരുമ്പോൾ ആദ്യം ഇവരെ എടുത്ത് കളയുന്നത് ഈ മണ്ണെണ്ണ വിളക്കാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്. വെളിച്ചം അവർക്ക് ഇഷ്ടമില്ല, ഇരുട്ടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഭിത്തിയുണ്ട്, കയ്യാലയുണ്ട്, 2 വശത്ത്. പഴയ വീടാ, ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയും. അങ്ങനെ ആ ഭിത്തിയെ കാലുകൊണ്ട് ചവിട്ടിത്തെള്ളിയിടുന്ന ഒരു പ്രവണതയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ 3 പേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ആരെ അടക്കാനോ ഇവര് 3 പേരും കൂടെ ഇങ്ങനെ ഇറങ്ങി നിന്ന അവിടുത്തെ ജംഗ്ഷനുള്ള ആൾക്കാരൊക്കെ പേടിച്ച് മാറുമായിരുന്നു. എൻ്റെ പപ്പയുടെ അനുജൻ ഒരു ഗുണ്ടയാണ്. പുള്ളിയുടെ ശരീരത്തിന്റെ മേല് ഉണ്ടായിരുന്ന ഒരു ശക്തിയാണ് ഹനുമാന്റെ ശക്തി. അപ്പൊ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കുരങ്ങൻ ചാടുന്നത് പോലെ തലകീഴായി തൂങ്ങി ചാടുകയും, അപ്പൊ നോക്കി നിൽക്കുന്നവർ ചിന്തിക്കും ഇപ്പൊ തന്നെ വന്ന് വീണ് തല പൊട്ടിപ്പോകും എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു കുപ്പി ക്ലാസ്സിനെയൊക്കെ കിട്ടിയാല് അതിനെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച്, അല്ലെങ്കിൽ ആർക്കും തന്നെ ഒരു പിടിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് കൃപയാൽ ന്യൂയിന്റെ ചർച്ചകോടിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഗുണ്ടയായിരുന്ന വ്യക്തിയെ ദൈവം സന്ദർശിക്കുവാനിടയായി തീർന്നു. മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് താൻ ഒരു കേസിൽ അകപ്പെട്ട് പിടികിട്ടാപ്പുള്ളിയായി പോലീസ് പ്രഖ്യാപിച്ച് ഒളിവിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ നേരിട്ട് വന്ന് തന്നോട് സംസാരിക്കുകയും അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് ഇനി ജീവിതം മുമ്പിലോട്ടില്ല, എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലൊരു നിലവിളി ഉയരുന്നെന്ന് നോക്കി നിന്ന അയൽവക്കക്കാർ, എപ്പോഴും അടിയും ബഹളവും തെറിവിളിയുമുള്ള ഒരു കുടുംബം, ഒരു വ്യക്തി പോലും ആ കുടുംബത്തോട് ഒരു സഹകരണമോ സഹതാപോ സ്നേഹവും ഇല്ല, എഴുതിത്തള്ളി ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ വളരെ പ്രതീക്ഷയോടെയാണ് അമ്മ വിവാഹം കഴിഞ്ഞ് ഭവനത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇവരുടെ 3 മദ്യപാനികളുടെ അവസ്ഥകളും കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ അമ്മ വളരെ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു. ആഗ്രഹിച്ചതൊന്ന് ജീവിതത്തിനകത്ത് സംഭവിച്ചത് മറ്റൊന്ന രീതിയിൽ വളരെ പ്രയാസത്തോടെ എൻ്റെ അമ്മ ആ ഭവനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ 2.5 വർഷമൊക്കെ ആയപ്പോൾ ഞാൻ ജനിച്ചു. പിന്നെയും അടുത്തെനിക്ക് ഒരു സഹോദരൻ, എനിക്കൊരു അനുജനാണ്. അവനെ എൻ്റെ അമ്മ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വീട്ടിൽ ഒരു ഭക്ഷണം ഇല്ല. അമ്മ 8.5 മാസമൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില്
ഈ നിറവയറുകളോടെ ഒത്തിരി കിലോമീറ്ററുകൾ നടന്ന് അംഗൻവാടി അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അന്ന് അവിടെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പും ചോളപ്പൊടിയും പിന്നെ എണ്ണയൊക്കെ അവിടെ കിട്ടും. അങ്ങനെ ഒത്തിരി നടന്നു പോയി മേടിച്ചിട്ട് വന്ന് ഇത് പാചകം ചെയ്ത് വെക്കുമ്പോൾ ഒന്നുകിൽ പപ്പ വന്ന് അതിനെ തട്ടിക്കമത്തി കളയും, അല്ലെങ്കിൽ അതിനകത്ത് തുപ്പിയിടും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ആഹാരത്തിന് ഒത്തിരി അമ്മ ഭാരപ്പെട്ടു. ഗർഭിണിയാണ്, എന്തോ കഴിച്ചെന്ന് ചോദിക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ അനേക അടുത്തുള്ള വീടുകളിൽ ഇവരൊന്നും കാണാതെ ചെന്ന് ചൂട് കഞ്ഞി വെള്ളത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു പിടി ചോറിന് വേണ്ടിയൊക്കെ ഇവര് കാണാതെ, ഭർത്താവും വീട്ടുകാരൊന്നും കാണാതെ അവരുടെ ഡോറ് മുട്ടിട്ട് എനിക്ക് ഇച്ചിരി ചോറ് തരാവോ, എനിക്ക് ഇച്ചിരി ചൂട് വെള്ളം ഉപ്പിട്ട് തരാവോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അമ്മ അവിടെ പോയി എന്നെ അവർ കാണാതെ മേടിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ, പച്ചവെള്ളവും പണ്ടത്തെ ഒരു കാന്താരി മുളകൊക്കെ ആണ് അമ്മ ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ള. ആഹാരമില്ല. അങ്ങനെ എന്തായാലും 8.5 മാസം ആകുമ്പോൾ എൻ്റെ പപ്പയുടെ ഒരു ദുശീലമാണ് വിളക്ക്, കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് മുഖത്തിന് നേരെ കൊണ്ടുവന്ന് സംസാരിക്കും. അപ്പൊ പപ്പയ്ക്ക് ഒരു ബോധമില്ല. നേരെ വസ്ത്രം ഉടുക്കും, പക്ഷെ നേരെ ആകത്തില്ല. മുടിയൊക്കെ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ഒരു ഭ്രാന്തനായിട്ടാണ് എൻ്റെ പപ്പ ഭവനത്തിൽ വരുന്നത്. അങ്ങനെ അമ്മ 8.5 മാസം ഗർഭിണിയാണ്. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ എൻ്റെ അമ്മയുടെ മുഖത്തിന് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് സംസാരിച്ച് അമ്മ ഏങ്ങി കരയുമ്പോൾ ഈ വിളക്ക് എന്തോ അണയുവാനിടയായി തീർന്നു. അണഞ്ഞതിന്റെ പേരില് ഉടനെ തന്നെ അമ്മ അന്ന് സാരിയാ ഉടുക്കുന്ന വീട്ടിൽ. ഉടുക്കുന്ന സാരിയുടെ ഒരറ്റം വാക്കകത്ത് തിരുകി കയറ്റി അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി എൻ്റെ പപ്പ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സഹോദരൻ അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ വരേണ്ട യാതൊരു ചാൻസും ഇല്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടായിരിക്കാം അവിടെ കടന്നു പോകുന്നത്. അങ്ങനെ അമ്മ അന്ന് അത്ഭുതമായി രക്ഷപ്പെടുവാനിടയായി തീർന്നു. അപ്പൊ അമ്മയ്ക്ക് തന്നെ മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എന്നെ കൊല്ലും. അതുകൊണ്ട് ഇവിടെ ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞ അമ്മ എന്തെന്നറിയാമോ, അമ്മയുടെ വീട്ടിലേക്ക് അമ്മ പോകുവാനിടയായി തീർന്നു. ചുരുക്കമായി പറഞ്ഞാൽ അവിടെ വെച്ച് എന്നെയും എൻ്റെ അനുജനെയും അമ്മ പ്രസവിക്കുന്നത്. അവിടെ വെച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ആൺകുഞ്ഞാണ്. പക്ഷെ അന്നൊന്നും പപ്പ വന്നില്ല, കാണാനൊന്നും വന്നില്ല. ഏകദേശം 1.5 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി പപ്പ അമ്മച്ചിയുടെ വീട്ടിലോട്ട് വരുന്ന ടൈമിലും ഇതുപോലെ തന്നെ ഫുള്ള് കുടിച്ചിട്ടുണ്ട്. നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, തറയിൽ കാലൂന്നി നിൽക്കാൻ വയ്യാത്ത രീതിയിൽ പപ്പ മദ്യപിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത്. അപ്പോ അവിടെ വരുമ്പോൾ അമ്മയ്ക്ക് 5 ആങ്ങളമാരുണ്ട്. ഇവരുമായിട്ട് എൻ്റെ പപ്പ ഭയങ്കര വഴക്കായി, അടിപിടിയായി, നിലവിളിയായി. അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നു കൂടി ഭയങ്കര ബഹളമായിരിക്കുന്ന ഈ സാഹചര്യത്തില് അതിന് കുറച്ച് അപ്പുറത്തായിട്ടൊരു പെന്തക്കോസ്ത് അപ്പോസ്തലിക ദൈവസഭയുണ്ട്. ഞങ്ങൾ ഈ രക്ഷയിലേക്ക് വരുവാനുള്ള ആ കാരണമാണ് പറയുന്നത്. ആ സഭയിൽ 2 ദൈവദാസിമാർ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ വഴക്കുകൾ, ഇവിടുത്തെ ബഹളവും ഇവിടുത്തെ നിലവിളിയൊക്കെ കേട്ടിട്ട് ഈ ആന്റിമാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാർത്ഥിച്ച വാക്കിങ്ങനെയാണ്: കർത്താവേ, ഈ മനുഷ്യരെ നീ സന്ദർശിക്കണം, ഈ കുടുംബത്തെ നീ സന്ദർശിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ വഴക്ക് കേൾക്കുമ്പോൾ ഇവരിവിടെ ഇരുന്ന് മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ വഴക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ പപ്പ തിരിച്ച് പപ്പയുടെ വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ചർച്ചിന്റെ ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട്. ഈ വഴിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ എത്തുന്നതും പെട്ടെന്ന് ഉച്ച സമയമായിരുന്നു. പെട്ടെന്ന് ഒരു ഇടിവെട്ടി ഒരു മഴ അങ്ങ് പെയ്തു. ആ മഴ നനയാതിരിക്കാൻ വേണ്ടി, പപ്പ ചർച്ചിലൊന്നും കയറിയിട്ടുള്ള ചരിത്രമേ ഇല്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്തെന്ന് കേട്ടാൽ അലർജി ഉള്ള ഒരു കാലം. അങ്ങനെയുള്ള കാലത്ത് പപ്പയെ ഈ ചർച്ചിനകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് അപ്പൊ ആ സമയം ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. ആ മഴ നനയാതിരിക്കാൻ വേണ്ടി പപ്പ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ മഴ നനയാതിരിക്കാൻ വേണ്ടി കയറി നിൽക്കുകയായിരുന്നു.
അപ്പം അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഡോറിന്റെ പ്രത്യേകത 2 പാളി കതകാണ്, ഇന്നത്തെ പോലത്തെ ഡോറല്ല. അപ്പൊ അവർ താഴത്തെ ഡോറ് മാത്രം ഇങ്ങനെ അടച്ചിട്ടുണ്ട്, മേളിൽ ഇങ്ങനെ തുറന്ന് ഓപ്പണായി കിടക്കെ. അപ്പൊ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആന്റിമാർക്ക് തോന്നി പുറത്താരോ നിൽക്കുന്നു എന്ന്. അങ്ങനെ വന്നു നോക്കുമ്പോൾ എന്റെ പപ്പയായിരുന്നു. അപ്പോ കേറിയിരിക്കണം ബ്രദറെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പപ്പ അകത്ത് കയറി. അപ്പൊ ഒരു ബെഞ്ച് ഇട്ട് കൊടുത്തു, ബെഞ്ചിൽ ഇരുന്നു. ഇരിക്കുമ്പോൾ തന്നെ പപ്പ കുടിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചു. ആന്റിമാർ വെള്ളം കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ പപ്പയുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന പൈശാചിക ശക്തികൾ ഇളകാൻ തുടങ്ങി. വെള്ളത്തിനെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ ഇട്ടിരുന്ന പായൊക്കെ വലിച്ചു കീറി പപ്പ മറിഞ്ഞടിച്ച് വീഴുവാനിടയായിത്തീർന്നു. എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഏകദേശം 56 പേര് അവിടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന ഇടത്തുനിന്ന് വന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ കൊന്നു കൊണ്ടുപോകാൻ വന്ന ആളാണ്, കുടുംബത്തെ മുടിക്കാൻ 2 തട്ടാക്കാൻ എന്നും പറഞ്ഞ 56 പേര് ആ സ്പോട്ടിൽ അവിടെ പറയുവാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവദാസിമാർ, ഒരു ആന്റിയുടെ പേര് വരദ എസ് നായർ എന്ന ഒരു ആന്റി ബേബി. അപ്പം അതിൽ ഒരാള് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. വരദ എസ് നായർ എന്ന് പറഞ്ഞ ആന്റി രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇന്നേക്ക് 35 വർഷത്തിന് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ആന്റിമാർ അഭിഷേകത്തിൽ നിറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോ ഈ ശരം വിട്ട് മാറണം, ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി, യേശുവിന്റെ നാമത്തിൽ ശരം വിട്ട് മാറാൻ പറഞ്ഞു. ഉടനെ തന്നെ പപ്പ നോർമലായി സംസാരിക്കാൻ തുടങ്ങി. പപ്പ എഴുന്നേറ്റു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, അയ്യോ ഞങ്ങൾ തല്ലിപ്പൊളികളും ഗുണ്ടകളും ഞങ്ങൾ മദ്യപാനികളുമാണ്, ഞങ്ങളുടെ വീട്ടില് ഇങ്ങനെ ആരും വന്നിട്ടുമില്ല, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരെ ഞങ്ങൾക്ക് ഇഷ്ടവും ഇല്ല, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരണ്ട എന്ന് തീർത്ത് പറഞ്ഞു. പക്ഷെ ഈ ആന്റിമാർ പറഞ്ഞു, ഇല്ല, ഞങ്ങളോട് ദൈവം പറയാണ് നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന്. എന്തായാലും പപ്പ വിചാരിച്ചു ഇവർ ചുമ്മാ പറയുന്നതായിരിക്കുമെന്ന്. പറഞ്ഞ വെള്ളിയാഴ്ച ആ ദിവസം അവർ 2 പേരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അവരുടെ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ ആ വീടിന്റെ ഒരു ചിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ലൊരു പാത്രം ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ നല്ലൊരു ചുരുക്കമായി വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഇല്ല, ഒരു പാത്രമില്ല, ഡോറുണ്ട്, ഡോറിനെല്ലാം ചവിട്ടി പൊട്ടിച്ച് എല്ലാം കൂട്ടി വെച്ചേക്കുക. അതുപോലെ ഇന്ന് ഫൈബർ ചെയറാണ്, അന്ന് ഇരുമ്പിലെ ചെയർ, അതിനെ നമ്മുടെ ഇവിടെ ഒലക്കെന്നാ പറഞ്ഞത്, ഉരളിൽ ഇടിക്കുന്ന സംഭവം, അതുകൊണ്ട് അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ചെയറില്ല, നല്ല പാത്രമില്ല, ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ വീടും, മേളിലോട്ട് നോക്കിയാൽ ആകാശം കാണും. അങ്ങനെയുള്ള വീട്ടില് 3 മദ്യപാനികളുള്ള ഞങ്ങളുടെ വീട്ടില് 2 യൗവനക്കാരിമാരായിരിക്കുന്ന ദൈവദാസിമാർ കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്നത്തെ കാലത്ത് ആരും പോകത്തില്ല. അവരുടെ വിവാഹം ഞാൻ പറഞ്ഞില്ല, നല്ല യൗവനപ്രായമാണ്, നല്ല സൗന്ദര്യമുണ്ട്. അങ്ങനെയുള്ള ദൈവദാസിമാർ 3 മദ്യപാനികളുള്ള, ഒരു പരിചയമൊന്നുമില്ല, ഒരു പരിചയവും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ആന്റിമാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമുണ്ടല്ലോ, അവിടെ വഴക്ക് കേട്ടപ്പോ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. എന്റെ അമ്മ എപ്പോ ഈ ആന്റിമാരെ കണ്ടാലും അവരുടെ കൈ പിടിച്ചു വെച്ച് എന്റെ അമ്മ കരയും. ഇങ്ങനെയാ കരയുന്നത്, സിസ്റ്ററെ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സമാധാനമില്ല. എന്നിട്ട് കാണിച്ചു കൊടുക്കും, കണ്ടോ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നെ അടിച്ചത്, കണ്ടോ കഴിഞ്ഞ ദിവസം എന്നെ ഇടിച്ചത്, അവിടെ ആയിട്ട് ബ്ലഡ് കട്ട പിടിച്ചും അതുപോലെ നിറം മങ്ങിയൊക്കെ കിടക്കുന്ന ശരീരഭാഗങ്ങൾ, കയ്യിലും കാലിലും മുതുകത്തൊക്കെ. അപ്പൊ ഈ വേദന സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ആ വീട്ടിനകത്ത് സമാധാനമില്ല, ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ കൊല്ലും, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരെ എനിക്ക് വളർത്തണം, എന്റെ ഭർത്താവ് എന്നെ എത്രയോ വട്ടം കൊല്ലാൻ വേണ്ടി നോക്കിയതാ, എനിക്കിനി ആ വീട്ടിൽ പോകണ്ട, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ എന്റെ ആ ആന്റിമാരുടെ കൈകളിൽ വീഴുവാനിടയായിത്തീരും. അങ്ങനെ പറഞ്ഞത് കൊണ്ട്
ആണ് ആ ആന്റിമാർ അന്ന് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ, അവിടുത്തെ വഴക്ക് കേട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായത്. എന്തായാലും ഈ പറഞ്ഞ വെള്ളിയാഴ്ച ഈ ആന്റിമാർ അവിടെ കടന്നു വന്നു. ആമേൻ. എന്റെ അപ്പച്ചൻ മരണപ്പെട്ടു, ഇന്നില്ല. പക്ഷെ പുള്ളി പേരേക്കുളം ജംഗ്ഷന്റെ മേളിലോട്ട് കയറി വരുമ്പോൾ ഒരു പെന്തക്കോസ്ത് ചർച്ചുണ്ട്. അന്ന് അവിടുത്തെ ഉപദേശി എന്നാ അവിടുത്തെ പാസ്റ്റർമാര്, ഇന്നാണ് ഉപദേശിക്ക് പകരം പാസ്റ്റർ എന്ന് പറയുന്നത്. അന്ന് കുട്ടപ്പൻ ഉപദേശി, ആ ദൈവദാസൻ അവിടെ ആ ചർച്ചിൽ കയറി അവിടുത്തെ ട്രമ്മിനെയും അതുപോലെ തന്നെ ബൈബിളിനെയും ഒക്കെ വലിച്ചെറിഞ്ഞ് പാസ്റ്ററൊക്കെ പിടിച്ചു തള്ളിയ ഒരു വ്യക്തിയാ. എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എവിടെ വേണോലും ഞങ്ങൾ പോകാം, എന്ത് വേണോലും ഞങ്ങൾ ചെയ്യാം, പക്ഷെ പെന്തക്കോസ്തിനകത്ത് മാത്രം പോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നാളുകൾ കഴിയും മുമ്പേ ഏത് കൈ കൊണ്ട് ബൈബിളിനെ വലിച്ചെറിഞ്ഞു, എവിടെ പോകത്തില്ലെന്ന് പറഞ്ഞു, അവിടെ ദൈവം കൊണ്ടുവരികയും തീർന്നില്ല, 5 സെന്റ് സ്ഥലം ചർച്ച് പണിയാൻ വേണ്ടി എന്റെ അപ്പച്ചൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്ന് അവിടെ മനോഹരമായി, അതായത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ നല്ലൊരാലയം, അത് ന്യൂ ഇന്ത്യ ചർച്ചകോട് തന്നെയാണ്, അവിടെ ആരാധന ഇന്നും നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ വെള്ളിയാഴ്ച ഈ ആന്റിമാർ അവിടെ കടന്നു വന്നു, ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ കടന്നു വരുമ്പോൾ ഇവർ പ്രാർത്ഥന തുടങ്ങി. മന്ത്രവാദം നടന്ന ഉള്ളു റൂമിനകത്ത്, കുഞ്ഞു റൂമാണ്, ഞാൻ പറഞ്ഞല്ലോ ഡോറില്ല, ഒരു സാരി കർട്ടന്റെ മറവിൽ, ആമേ അവന്റെ സാരി കർട്ടന്റെ മറവിൽ ഇരുന്നു കൊണ്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി ഉറക്കമില്ല, രാത്രികളെ പകലുകളാക്കി ദൈവസന്നിധി കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഇവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അവർ തെറി വിളിക്കും, ഇവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അവർ അസഭ്യ വാക്കുകൾ പറയും. പക്ഷെ ഇതൊന്നും കേട്ടിട്ടൊന്നും അവരിട്ടിട്ട് പോയില്ല. കഴിക്കാൻ ആഹാരമില്ല. ആമേൻ. ഭയങ്കര പ്രതിസന്ധികളാണ്. പക്ഷെ ഇവര് 40 ദിവസം, 21 ദിവസം, 10 ദിവസം, 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉപവാസവും പ്രാർത്ഥനയോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒത്തിരി അസഭ്യ വാക്കുകളെ കേൾക്കുമ്പോൾ സഹിച്ചു നിന്ന് അങ്ങനെ 5 വർഷം ഞങ്ങളുടെ വീട്ടിലെ ആന്റിമാർ താമസിച്ചു. ചുരുക്കമായി പറഞ്ഞ 5 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ മന്ത്രവാദം നടന്ന റൂമിനെ അവർ പ്രാർത്ഥനാ റൂമാക്കി. അതിന്റെ നടുവിലിരുന്ന് ഒരു സാരിക്കറ്റന്റെ മറവിലിരുന്നു കൊണ്ട് മണിക്കൂറുകൾ ഉപവാസവും പ്രാർത്ഥനയും ദിവസങ്ങൾ കണ്ട് അവരൊറ്റ കാര്യം, കർത്താവേ ഞങ്ങളെ അങ്ങ് ഈ ഭവനത്തിൽ അയച്ചു, ഈ ദേശത്ത് അയച്ചു, ഇവിടെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം, ഇവരെല്ലാം കർത്താവിനെ കണ്ടുമുട്ടണം, മറ്റൊരുത്തന് രക്ഷയില്ല എന്നും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും കർമ്മങ്ങൾക്കും ക്രിയകൾക്കും ഒന്നിനും സമാധാനം നൽകാൻ കഴിയത്തില്ല, യേശു മാത്രമാണ് സമാധാനത്തിന്റെ പ്രഭു എന്ന് മനസ്സിലാകത്തക്കവണ്ണം ഇവരെല്ലാം യേശുവിനെ കണ്ടുമുട്ടണമെന്ന് പറഞ്ഞ് ഈ കുടുംബങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മുഴുവനും ദൈവത്തെ അറിയണമെന്ന് ഒറ്റ കാരണം മാത്രം പറഞ്ഞ അവർ ഉപവസിക്കുന്നത്. പണം കിട്ടാനോ പദവി കിട്ടാനോ അല്ലെങ്കിൽ വീട് വേണമെന്നോ കാർ വേണമെന്നോ ഒന്നുമല്ല. ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ളൊന്ന് ദർശനം അവിടെ ഉള്ളിനകത്ത് ദൈവം അവർക്ക് ആ ഉള്ളിനകത്ത് ഇട്ടുകൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. തെറിവിളി കേട്ടിട്ടും കഴിക്കാൻ ആഹാരമില്ലാതിരുന്നിട്ട് നേരെ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലും അവർ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുവരുടെ ആയിരുന്നു. 5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഗുണ്ടയായിരുന്ന എന്റെ പപ്പയുടെ അനുജൻ തന്നെ ദൈവം സന്ദർശിക്കുവാനിടയായി തീർന്നു. താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞ ഒരു ചർച്ച് രൂപം കൊണ്ടു. ആ ചർച്ചിലെ പാസ്റ്ററായി ഈ എന്റെ കൊച്ചിച്ചൻ ചാർജ് എടുക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഈ ആന്റിമാർ അടുത്ത സ്ഥലങ്ങളിലേക്ക്, തമിഴ്നാടും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ കടന്നു പോകാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് 2.5 വർഷം പിന്നെയും പപ്പ മദ്യപിച്ചു. ആ 2.5 വർഷം എനിക്ക് തോന്നുന്നു ഞാൻ 4ലും 5ലൊക്കെ പഠിക്കുന്ന ആ പ്രായം, അതൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. മറക്കാൻ കഴിയാത്ത രാത്രികൾ, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി. പപ്പയെ ഇഷ്ടമില്ല. ഞാൻ ഈ പറയുന്ന എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പപ്പയൊന്ന് മരിച്ചെങ്കിലെന്ന്. കാരണം എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടു വളർന്നിട്ടുണ്ട്. ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പപ്പ ഇറങ്ങി പോകുമ്പോ തിരിച്ചു വരാതെ വണ്ടി ഇടിച്ചൊന്ന് മരിച്ചെങ്കിലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരിച്ചില്ല. എന്നിട്ട് കേൾക്കണം പ്രിയപ്പെട്ടവരെ, എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുമ്പോൾ ഞാനും എന്നെ അനുജനും കൂടെ ഇടയ്ക്ക് പോയി അമ്മയെ കൊല്ലുന്നേന്ന് പറഞ്ഞല്ലേ വിളിക്കും. എന്റെ അമ്മയെ കൊല്ലല്ലേ പപ്പ,
പപ്പയെ വലിയ തടിയൊക്കെ വെച്ച് അടിക്കുന്നത്. ഇന്നും അവർ രണ്ടുപേരും ഉണ്ട്. കൃപയാകട്ടോ, ദൈവം അവർക്ക് ആയുഷൊക്കെ കൊടുത്തിരിക്കുക. അന്നത്തെ അടി പിടിയൊക്കെ ഒത്തിരി ക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയതാ. എങ്കിലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത്രയും അമ്മയെ വിളിക്കും, ഉറച്ചു വിളിക്കും. എന്റെ അമ്മയെ കൊല്ലുന്നേ, നാട്ടുകാരെ ഓടി വരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ നിലവിളിക്കുമ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വരുമ്പോ ഞങ്ങൾക്കൊരു സമാധാനം. പക്ഷെ അവര് അല്പസമയം അവിടെ ഇരിക്കത്തുള്ളൂ. അവര് പിന്നെ അവർക്ക് വീട് ജോലിയൊക്കെ ഉണ്ടല്ലോ. അവരങ്ങ് വീട്ടിൽ പോകുമ്പോ പിന്നെയും ഞങ്ങളുടെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുനാളിൽ ഞാന് വീട്ടിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പപ്പ വരുന്നതിന് എന്തെങ്കിലും തൊട്ടു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഫുഡ് കാട്ടിക്കൂട്ടിയൊക്കെ അമ്മ ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തരുമ്പോ പറയും, മക്കളെ പോയി അടുത്ത വീട്ടിൽ പോയി കിടക്കാൻ പറയും. സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അടുത്ത വീട്ടിൽ ചെന്ന് കിടക്കുന്നത് മുന്നേ എന്തെങ്കിലുമൊക്കെ വാരിയൊക്കെ തന്ന് വയറ് നിറച്ചിട്ട്, വയറ് നിറയത്തില്ല എങ്കിലും അമ്മ പറയും, അമ്മ എങ്ങനെയാ പറയുന്നത്, ദുഷ്ടൻ വരാൻ സമയമായി, നിങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് അവിടെ പോയി കിടക്കാൻ പറയും. അങ്ങനെ കുഞ്ഞനുജന്റെ കുഞ്ഞു കൈക്ക് പിടിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ ഉറങ്ങാൻ വേണ്ടി പോയി കിടക്കും. അവിടെ കിടക്കുമ്പോ ഉറക്കം വരത്തില്ല. വാരി അടിക്കുന്ന പാത്രങ്ങളുടെ ശബ്ദവും ഏങ്ങി 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 കരയുന്ന അമ്മയുടെ കരച്ചിന്റെ ശബ്ദവും കാതുകളിൽ കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ അമ്മയെ ഒന്ന് സഹായിക്കണം, എന്റെ പപ്പയെ ഒന്ന് പിടിച്ചു തള്ളണം എന്നൊക്കെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. എന്റെ അമ്മ വാട്ട് നിലവിളിക്കും. ആ നിലവിളി കേൾക്കുമ്പോൾ മകളെന്ന നിലയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അമന്ന് കിടന്ന് തലയണ കണ്ണുനീര് കൊണ്ട് നനച്ച് ആമേൻ ചോദിച്ച ചോദ്യം എങ്ങനെയാ, ദൈവം എന്നൊരു പറയുന്ന ശക്തി ഉണ്ടോ? ഇത്രയ്ക്ക് ക്രൂരനാണോ ദൈവം? എന്റെ അമ്മയുടെ കണ്ണീര് കാണാത്ത ഏത് ദൈവമാവുള്ളത്? എന്റെ അപ്പനൊരു മാനസാന്തരം, അല്ലെങ്കിൽ അന്ന് മാനസാന്തരം ഒന്നും പറയാൻ അറിയത്തില്ല. എങ്ങനെയാ എന്റെ ആ പപ്പ മാത്രം ഇങ്ങനെ ആയിപ്പോയോ? ഇത്രയും അയൽവക്കക്കാരുടെ വീടുകളിൽ അപ്പനും മക്കളും ഒരുമിച്ച് അവർ യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് കഴിക്കുന്നു. ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യം എന്ന് വെച്ച് ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തേക്ക് എടുത്തു കളയുക. ഇന്ന് ഓർമ്മയുണ്ട്, ഓണ സമയത്ത് നമുക്ക് ഓണമൊന്നുമില്ല. അന്ന് ഞങ്ങൾ രക്ഷയിലേക്ക് വരുന്നതിന് മുന്നേ അമ്മ ഇങ്ങനെ പുട്ട് പുറത്താക്കിച്ച ഒരു ടാർപ്പ ഇങ്ങനെ വലിച്ചു കെട്ടി അവിടെ വെച്ച് അമ്മ ഞങ്ങൾക്ക് പുട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരില്ല. ഉടനെ പപ്പ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ടത്, ഉടനെ വന്നിട്ട് ഈ അടുപ്പിനെയും ഈ പാത്രം സംഭവം ഉണ്ടല്ലോ, പുട്ടുക്കുടവും എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് എല്ലാം താഴെ വലിച്ചെറിയാനായിട്ടുള്ളൂ. അന്ന് ഞങ്ങൾക്ക് ഒരു തുള്ളി ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയും. ഞാൻ എന്റെ സഹോദരനും കൂടെ ഓരോ മൂലയിൽ ചെന്നിരുന്ന് കരഞ്ഞ് കാരണം പപ്പയ്ക്ക് നമുക്കറിയാമല്ലോ, ഒരു പ്രാവ് പോലെ അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അടുത്ത വീട്ടിൽ ചെന്ന് കിടക്കുമ്പോ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുന്നത് വരെ അമ്മയുടെ കരച്ചിന്റെ ശബ്ദം മാത്രം എന്റെ കാതുകൾ കേൾക്കുന്നത്. അങ്ങനെ ദൈവത്തോട് പരാതിയാണോ, വിഷമമാണോ, ദൈവം ഉണ്ടെന്നറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളിലൂടെ ഒത്തിരി മനസ്സ് തകർന്ന് കരഞ്ഞു ഉറങ്ങും. ആ ഉറങ്ങുന്നത് വരെ അമ്മയുടെ കരച്ചിലെ ശബ്ദം കാതിൽ കേൾക്കുന്നേ. അങ്ങനെ കാലം തെളിയിച്ചു, ദൈവമുണ്ടെന്നും ദൈവം ഞങ്ങളുടെ സ്ഥിതികളൊക്കെ മാറ്റി. അങ്ങനെ പിറ്റേന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു വരും. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ, ഒരു കാരണവുമില്ല, അമ്മയെ ഉപദ്രവിക്കുക ഒരു കാരണവുമില്ല. അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അമ്മയും പലവട്ടം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ഒരു അമ്മയാണ്. പക്ഷെ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ച് ഇങ്ങനെ കൊണ്ടുവരുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ആന്റിമാരുടെ വളർത്തുമകളായി വളരുവാൻ കുഞ്ഞുനാളിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പോകുന്നിടത്തൊക്കെ ആന്റിമാർ എന്നെ കൊണ്ടുപോകും. അവര് ഫ്രോക്ക് അതുപോലെ ഡ്രസ്സൊക്കെ മേടിച്ചു തരും. അങ്ങനെ എന്റെ പപ്പയും അമ്മയും അന്ന് അവരെനിക്കിട്ട പേര് വേറെ പേരാ, സജിത എന്ന എന്റെ വീട്ടില് അവരിട്ട പേര്. പക്ഷേ ഈ ആന്റിമാർ ഈ ആന്റിമാർ എന്റെ പേരിനെ അങ്ങ് മാറ്റി. അവരിങ്ങനെ എന്റെ പേരിനെ സേഫ എന്നും പേര് മാറ്റുകയും എനിക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോ എന്നെ അവരുടെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പേര് മാറ്റിയിട്ട് അവർ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാ, ഇവളൊരു സുവിശേഷ പ്രാസംഗികയാകണം, ഇവൾ അനേകങ്ങൾ കർത്താവിന്റെ വചനവുമായി കടന്നു പോകണം. അന്ന് ഫ്ലക്സുകളൊന്നുമില്ല. അന്ന് അവർ പ്രാർത്ഥിച്ച വാക്ക് ഇങ്ങനെ, ഇവളുടെ ഫോട്ടോ അനേക നോട്ടീസുകളിൽ വരണമെന്ന് പറഞ്ഞ് കുട്ടിയന്റെ മകളായി എവിടെയൊക്കെയോ അസ്തമിച്ച് തീർന്നു പോകേണ്ട എന്നെ കുറിച്ച്
അന്ന് ദൈവം കൊടുത്ത നിയോഗപ്രകാരം, അന്ന് ദൈവം കൊടുത്ത ആ ഒരു നിയോഗപ്രകാരം അവരന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത എൻ്റെ കുടുംബത്തിനകത്ത് അല്ലെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് എന്നെ ഉയർത്തിപ്പിടിച്ചു, പ്രാർത്ഥിച്ചു, പറഞ്ഞു വാക്ക് കർത്താവ് അതുപോലെ ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിനകത്ത് അവരെന്താണോ പറഞ്ഞത്, അവരെന്താണോ ദൈവകരങ്ങളിൽ സമർപ്പിച്ചത്, അതുപോലെ ദൈവം ആമേൻ എന്നെ ആ ഒരു നിലവാരങ്ങളിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. വലിയൊരു പ്രാസംഗിയൊന്നും അല്ലെങ്കിലും ദൈവം ഒത്തിരി അവസരങ്ങളെ എൻ്റെ ജീവിതത്തിനകത്ത് നൽകുവാനിടയായി തീർന്നു. കൃപയാൽ ഈ സാക്ഷ്യം ഞാന് ഈ ആന്റി തന്നെ അവിടെ ചർച്ചിൽ ഞാൻ പോകുമ്പോൾ അവര് എനിക്ക് പ്രസംഗിക്കുവാൻ അവസരം തരുന്നതിന് തൊട്ട് മുന്നേ ഈ സാക്ഷ്യം അവർ പറഞ്ഞിട്ട് അവർ അലറി കരയുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിടയായി തീർന്നു. അവർ പറഞ്ഞ വാക്കിങ്ങനെയാ, 35 വർഷത്തിന് മുന്നേ വെള്ളം കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്ന് സേഫ എന്ന് പറയുന്ന വ്യക്തി ഈ സ്റ്റേജിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. അന്ന് അവർ കൊടുത്ത വില, ആമേൻ, അന്ന് അവർ കൊടുത്ത ത്യാഗം, അന്ന് അവർ കൊടുത്ത ആമേൻ സ്തോത്രം സമയം, അന്ന് അവർ നൽകിയത് ഒന്നും പാഴായി പോയില്ല. ആമേൻ. ദൈവം അവർ പറഞ്ഞതുപോലെ തന്നെ എന്നെ ആമേൻ ഹല്ലേലൂയ ഈ ഒരു നിലവാരങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീർന്നു. അങ്ങനെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ആന്റിമാരൊക്കെ അവിടെ നിന്ന് പോയല്ലോ. 2.5 വർഷം പിന്നെയും പപ്പ മദ്യപിച്ചു. വീട് ഭയങ്കര വീടിന്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. നല്ലൊരു വസ്ത്രം എന്റെ പപ്പ മേടിച്ചു തന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൻസിൽ പോലും എന്റെ പപ്പ മേടിച്ചു തന്നിട്ടില്ല. കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് പോയതിന്റെ പേര് സ്കൂളിൽ പോയപ്പോ കൂട്ടുകാരൊക്കെ കളിയാക്കിയ ഒരു ചരിത്രം എന്റെ ജീവിതത്തിനകത്തുണ്ട്. അന്ന് 5 ദിവസം ആണ് സ്കൂളിലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് ബുധനാഴ്ച കളർ ഇടേണ്ടത്. ആ കളർ ഇടാൻ പോലും ഇല്ലാതെ വസ്ത്രത്തിന് ഒത്തിരി അലർന്ന ഒരു കുട്ടിക്കാലം. പപ്പ വസ്ത്രങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വാരിയിട്ട് തീയിടുന്ന ഒരു പപ്പയായിരുന്നു ഞങ്ങളുടെ പപ്പ. എന്നിട്ട് മേടിച്ചു തരത്തില്ല. അമ്മ എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലും പൈസ കൊടുക്കുന്ന എങ്ങനെയെങ്കിലും മേടിച്ചു തന്നെ അതിന് പപ്പയ്ക്ക് ദേഷ്യം വരുമ്പോ പപ്പ മദ്യപിച്ചിട്ട് വരുമ്പോ ഇതിനെല്ലാം വാരിയിട്ട് ചുടുകയും പഴിച്ചുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു. ഒരു ആഹാരത്തിന് വേണ്ടി ഒത്തിരി അലന്നൊരു കുട്ടിക്കാലം. അവൻ വറുത്ത പപ്പടം ഒക്കെ കിട്ടിയെങ്കിലൊന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. വറുത്ത മീനിന് വേണ്ടി കഴിക്കാൻ വേണ്ടി കൊതിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇന്ന് എന്തൊക്കെ അന്ന് ആഗ്രഹിച്ചു അതിനൊക്കെ അപ്പുറമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ പപ്പ 2.5 വർഷത്തിന് ശേഷം പപ്പയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. പപ്പ പെരേക്കുളം ജംഗ്ഷനിൽ എന്നും അടിയുണ്ടാക്കും. പപ്പയുടെ പുറകിൽ ഒരാളുള്ളത് പപ്പയ്ക്ക് അറിയാം. പപ്പ പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പപ്പ അടി ഉണ്ടാക്കി കഴിയുമ്പോ ആ ശക്തി വന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് പോകാൻ പറയും. അപ്പൊ പപ്പ പോകാതെ അവിടെ നിൽക്കുന്നെങ്കിൽ പപ്പയ്ക്ക് അറിയാം ഈ ശക്തി പപ്പയെ തെള്ളി പപ്പയെ അവിടെ നിന്ന് മാറ്റും. ആ മാറ്റുന്ന സ്പോട്ടിൽ പോലീസ് അവിടെ വരും. അവിടെ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ അടിയുണ്ടാക്കിയവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും. പക്ഷെ എന്റെ പപ്പയെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. അങ്ങനെ പക്ഷെ പപ്പ മക്കൾക്ക് വേണ്ടി സ്നേഹമൊക്കെ ഉണ്ട്. അപ്പം ചായക്കടയിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള പലഹാരമൊക്കെ മേടിക്കും. പക്ഷെ അത് വീട്ടിൽ വരത്തില്ല. അത് പപ്പ പല പ്രാവശ്യം ഓടയിലും കടച്ചിണ്ടയിലും റോഡ് സൈഡിലൊക്കെ സുബോധമില്ലാത്തവനായി ഒരു ഭ്രാന്തനെ പോലെ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇന്നും എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പേര് വിളിക്കുമ്പോ തന്നെ ഞങ്ങൾ വിറയ്ക്കും. അന്ന് ഈ പുളിയിലെ ഒരു കമ്പ വെട്ടി വെച്ചിരിക്കുന്നത് അടി കയറാൻ വേണ്ടി. പുളി അറിയാലോ, അത് ഒറ്റ അടി തന്നെ പൊട്ടി രക്തം മാഞ്ഞിട്ടുണ്ട്. പപ്പ വീട്ടിൽ ഇല്ലാതിരിക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. പക്ഷെ ഇപ്പൊ ദൈവം ഞങ്ങളുടെ സ്ഥിതിയൊക്കെ മാറ്റി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പപ്പയെ കർത്താവ് സ്നേഹിച്ചു. ആമേൻ. ഈ രക്ഷയുടെ അനുഭവത്തിൽ 2.5 വർഷത്തിന് ശേഷം പപ്പയും മദ്യപാനും ഒക്കെ മാറ്റി. പപ്പയ്ക്ക് 40 സിഗരറ്റ് വേണം, ബീഡി 40 എണ്ണത്തിൽ കുറയാതെ ഒരു ദിവസം വലിക്കും. ആമേൻ. അങ്ങനെ ഒത്തിരി കൂട്ടുകാരൻ. പപ്പയ്ക്ക് തടിയറുക്കുന്ന ജോലിയാ. ഇന്നാണ് തടിയറുക്കും മില്ലൊക്കെ വന്നത്. അന്ന് ഇതുപോലെ മില്ലല്ല, വാൾ ഉപയോഗിച്ച് ഭയങ്കര കാശാണത്. അപ്പൊ അത് ദൂരദേശത്ത് കർണാടകയിലൊക്കെ പോയി മാസങ്ങൾ അവിടെ ജോലി ചെയ്ത് പോക്കറ്റ് നിറച്ച് കാശ് കൊണ്ടുവരും.
പക്ഷെ വീട്ടിൽ ഒരു രൂപ പോലും ചെലവാക്കുകയോ വീട്ടിൽ അത് മക്കൾക്കോ ഭാര്യയ്ക്കോ ഒന്നും അത് കിട്ടത്തില്ല. വരുന്ന വഴിയിൽ തന്നെ കൂട്ടുകാരും ഒത്തു കൂട്ടിച്ച് അതെല്ലാം അവിടെ തീർത്ത് വെറും പോക്കറ്റോടെയാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു വന്നു. പക്ഷേ ആന്റിമാർ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവം അയച്ചിട്ട് കടന്നു വന്നത് കൊണ്ടും അവർ ഒത്തിരി പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചത് കൊണ്ട് അവരത് പിടിച്ചു നിന്നു. ആമേൻ. അവരത് അവിടെ ത്യാഗം അനുഭവിച്ചത് വെറുതെ ആയില്ല. ഞങ്ങളെ പപ്പയുടെ പപ്പയുടെ അനുജനും 3 പേര്, ഞങ്ങളുടെ കുടുംബം എല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഭാഗ്യം നൽകി. മന്ത്രവാദം നടന്ന വീട്ടിന്റെ ഉള്ളുറൂമിനകത്ത് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് 3-4 വീടുകൾക്ക് അപ്പുറമുള്ള ഒരു സഹോദരനുണ്ട്, യേശുദാസൻ എന്ന പുള്ളിയുടെ പേര്. അപ്പൊ ഇവിടെ കൈയടിച്ച് ഡ്രമ്മടിച്ച് പാട്ട് പാടുമ്പോൾ രാത്രിയിലും എനിക്ക് ഇന്ന് അത് ഓർമ്മ വരുന്നുണ്ട്. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള പാട്ട് അത് പാടി ഇങ്ങനെ ആത്മാവിൽ അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകും. 9 എണ്ണത്തിനൊക്കെ ഒരുമിച്ച് ഭൂതങ്ങളാകും. എന്റെ പപ്പയ്ക്ക് ഫസ്റ്റ് ഇളകും. അവിടെ വണ്ടി ഓട്ടിക്കും, പല രീതിയിൽ ഇതൊക്കെ കാണിക്കാറുണ്ട്. ഈ 9 എണ്ണവും 10 എണ്ണം ഇളകിയാൽ ഈ 2 ആന്റിമാര് അവർ ഭയങ്കര അഭിഷേകമുള്ള ആന്റിമാരായിരുന്നു. അതിനെല്ലാം അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ആ ഭൂതളികരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് എല്ലാവരും സഭകളിലൊക്കെ പോകുന്നു. അപ്പൊ ഈ യേശുദാസൻ എന്ന് പറഞ്ഞ വ്യക്തി വീട്ടിൽ ഉറങ്ങുമ്പോൾ ഇവിടുത്തെ ആരാധന ശബ്ദവും ഇവിടുത്തെ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ആ ബാൻഡടിയൊക്കെ ഡ്രമ്മടി കേട്ടപ്പോ ഇവിടെ ഈ കിടന്ന വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാതെ പുള്ളി ചെറിയൊരു വഴിയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി. ഈ വഴിയിലൂടെ രാത്രി 9:30 ആകുമ്പോൾ ലൈറ്റൊന്നും ഇല്ല. അന്ന് ചൂട്ട് കത്തിച്ചുകൊണ്ട് പോകുന്ന സംഭവം. ആ വഴിയിലൂടെ പകല് പോലും സൂക്ഷിച്ചു വരാൻ പറ്റും. ഒറ്റക്കാലിൽ തുള്ളിക്കൊണ്ട് ഈ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് വന്നു വീഴുവാനിടയായി തീർന്നു. എന്നിട്ട് വിളിച്ചിങ്ങനെ പറഞ്ഞു, അയ്യോ ഇവിടെ തീയുടെ ചൂടടിക്കുന്നേ, തീയുടെ ചൂട് എന്റെ ശരീരത്തിൽ അടിക്കുന്നത്, എനിക്ക് അവിടെ കിടക്കാൻ വയ്യേന്നും പറഞ്ഞുകൊണ്ട് ഉള്ളി ഓടി വന്ന് ഈ പ്രാർത്ഥനാ സ്ഥലത്ത് വീഴുവാനിടയായി തീർന്നു. ഈ ആന്റിമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ കുടുംബമൊക്കെ ഈ ആന്റിമാർ പോകുന്നതിന് മുന്നേ തന്നെ അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് എല്ലാവരും കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുടുംബമായി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അനേക പാസ്റ്റർമാർ, അനേക ശുശ്രൂഷകന്മാർ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു കുടിയന്റെ മകളായി എവിടേക്കെയോ ഒതുങ്ങിപ്പോകേണ്ട ഞങ്ങളുടെ കുടുംബത്തെയോ തകർന്നു പോയി. ഞാൻ ഇന്നും പറയുന്നത്, യേശുവിനെ കാണാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇന്ന് എന്റെ പപ്പ കാണത്തിൽ ഒന്നുകിൽ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് ജയിലിലായിരിക്കും, അല്ലെങ്കിൽ പപ്പ ആരെങ്കിലും തല്ലിക്കൊല്ലുമായിരുന്നു. ഞങ്ങളൊക്കെ എവിടെയൊക്കെയോ അസ്തമിച്ചു പോകേണ്ടുന്ന ഞങ്ങളെ ആമേൻ ദൈവത്തിന്റെ സ്നേഹവും ആ കരുതലും ആ സമാധാനവും ആമേൻ ദൈവം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ കർത്താവിനെ കാണുവാൻ ദൈവം അവസരം നൽകി. ആമേൻ. അന്ന് അവിടെ നടന്ന പ്രാർത്ഥന, ആ വീട്ടിൽ നടന്ന പ്രാർത്ഥന ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പച്ചൻ 5 സെന്റ് സ്ഥലം ചർച്ചിന് വിട്ടുകൊടുത്തു. മനോഹരമായ ആലയം അവിടെ പണിത് ഈ ആരാധന ആലയത്തിലേക്ക് മാറ്റി. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ദൈവാലയവും ദൈവം നൽകി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയി 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും അന്ന് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. ദൈവവേല ചെയ്യണം. അന്നും ഒന്നും അറിയത്തില്ല, പക്ഷെ ട്രാക്ടൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കൊണ്ട് കൊടുക്കുകയും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് 21 ദിവസം ഉപവാസം നടക്കുകയാണ്. ആ കൃപയാല് 10 ദിവസം ഉപവസിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 21ാമത്തെ ദിവസത്തിന്റെ ഉപവാസത്തിന്റെ ലാസ്റ്റ് സ്നാനം വെച്ചിരുന്നു. സ്നാനപ്പെടുന്നതിന് 2 ദിവസത്തിന് മുന്നേ അഭിഷേകം പ്രാപിച്ചു. ഏത് ദൈവദാസന്മാർ വന്നാലും ദൂത് പറയും, നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും, നിനക്ക് ശുശ്രൂഷയുണ്ട്, നീ അനേകടങ്ങളിൽ പോകും, അങ്ങനെ ഇങ്ങനെ. അപ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ, എന്നെ സംബന്ധിച്ച് ഒരു വാക്കുപോലും എഴുന്നേറ്റ് പറയുവാൻ എനിക്ക് ശക്തിയില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ ഞാൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്തുവാ പറയുന്നത്, ഞാൻ എവിടെ പോകാന്? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പ്രസംഗിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് പപ്പയൊക്കെ ഞങ്ങളെ പിന്നെ കൺവെൻഷനൊക്കെ കൊണ്ടുപോകും. അവിടെ ചെന്ന് ഈ കൺവെൻഷന്റെ ഇതൊക്കെ കണ്ടിട്ടും ഞങ്ങളുടെ വീട്ടിൽ വന്ന് അതുപോലെ
ഞങ്ങളിങ്ങനെ കൺവെൻഷൻ വെച്ച് കളിക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് എന്നെയാണ് പ്രാസംഗികമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രസംഗിക്കാൻ. അന്ന് പ്രസംഗിക്കാൻ എന്തെങ്കിലും അറിയാവോ? ആകപ്പാട് അറിയാവുന്നുള്ളത് യേശു കണ്ണുനീർ വാർത്തു, യഹോവ എന്റെ ഇടയിലാകുന്നു, പിന്നെ അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൻ സഞ്ചരി. ഇത് മൂന്നുമേ അറിയത്തുള്ളൂ. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഇടയ്ക്ക് കുറെ സ്തോത്രവും അല്ലേലും പറഞ്ഞു. അന്ന് കാലി പൗഡറിന്റെ ടിന്നും ഉണക്ക റബ്ബറിന്റെ കമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഘോരമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആഗ്രഹങ്ങളെ മൈക്ക് പിടിച്ച് പ്രസംഗിക്കത്തക്കവണ്ണം ദൈവം നിലവാരങ്ങളെ മാറ്റി. അന്ന് സ്ത്രീകളൊന്നും ഇങ്ങനെ പ്രസംഗിക്കത്തില്ല, അന്നെല്ലാം ദേവദാസന്മാരാ. അപ്പൊ ഇത് കണ്ടിട്ട് വന്നിട്ട് ഞാനൊക്കെ ചെയ്ത ഒരു കാര്യമാണ്, എന്റെ അനുജന്റെ പാന്റ് ഷർട്ടും അവന്റെ എന്തോ ഷൂ ഒക്കെ ഇട്ട് കാറൊന്നും ഇല്ലെങ്കിലും കാറിൽ വന്ന് ഇറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിച്ച്. അന്ന് ഇതുപോലത്തെ ഒരു പെട്ടിയുണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നത്, ബാഗിന് പകരം ഒരു അലുമിനിയത്തിന്റെ പെട്ടി. ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിലൊക്കെ വന്ന് ഒരു കസേരയിലൊക്കെ ഇരിക്കുന്നത് പോലെയൊക്കെ അന്ന് ഞങ്ങൾ അഭിനയിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അഭിനയിച്ചത് ഈ കാലങ്ങളിൽ ദൈവം അതുപോലെ നടത്തുന്നു. അത് ഭയങ്കര ഒരു മിറക്കിളാണ്. അപ്പൊ അന്ന് ഇതുപോലെ പ്രസംഗിക്കുമായിരുന്നു. ആ പ്രസംഗത്തിന് പിന്നെ ദാവീദും ഗോലിയാത്തും അത്രയൊക്കെ അറിയാവുന്നുള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹത്തേക്ക് സാധിപ്പിച്ചു. പക്ഷെ ആന്റിമാര് പറഞ്ഞ അതുപോലെ എന്നെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിനകത്ത് ആ ഒരു ചിന്ത തന്നെ, ഇവരങ്ങ് പോയില്ല, പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ല. പക്ഷെ എന്റെ ഉള്ളിനകത്ത് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഒരു ഡോക്ടർ ആകണമെന്നോ നേഴ്സ് ആകണമെന്നോ. എന്റെ കൂടെ പഠിച്ചവരൊക്കെ പല +2 പഠിക്കുമ്പോഴൊക്കെ ചോദിക്കും, അവിടുത്തെ ടീച്ചേഴ്സ് ചോദിക്കും, നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? ഞാൻ എപ്പോഴും പറയും, എനിക്ക് സുവിശേഷ പ്രാസംഗികൻ, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. അങ്ങനെ അവിടുത്തെ ഞാൻ പഠിച്ച അമ്പൂര് സ്കൂളില് അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ അത്ഭുതമുണ്ട്, ഇത് എന്തോ ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, സഹോദരിമാർന്ന് അങ്ങനെ പ്രസംഗിച്ചോ പാടിയോ അതൊന്നുമില്ല. അങ്ങനെയുള്ള കാലത്ത് ഞാൻ ഇങ്ങനെ എന്റെ പേപ്പറിലൊക്കെ ഞാൻ എഴുതി, എനിക്ക് യേശുവിനെ ഉയർത്തണം, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശു 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 എപ്പോൾ യേശു, എനിക്ക് അപ്പന്റെ വേല ചെയ്യണമെന്നും ആ ഒരു ആഗ്രഹം എന്റെ ഉള്ളിനകത്ത് കുഞ്ഞിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 14 വയസ്സ്. അപ്പോഴും ഞാനിങ്ങനെ ഉപവസിക്കുമ്പോൾ എന്റെ അമ്മ പറയും, നീ ഇത്രയും ഒന്നും ഉപവസിക്കാതെ 3 ദിവസം ഉപവസിക്കും. എനിക്ക് ഭയങ്കര അടങ്ങാത്ത ആഗ്രഹം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം അന്ന് മുതലേ ദൈവം എന്റെ ഉള്ളിനകത്ത് അങ്ങ് തന്നു. അതുപോലെ തന്നെ പിന്നെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ കുറച്ചു ദിവസം ബൈബിൾ കോളേജിലൊക്കെ. അപ്പൊ എന്റെ അന്നത്തെ ചിന്ത, ഈ ബൈബിൾ കോളേജിൽ പോയെങ്കിലേ പ്രസംഗിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത. അങ്ങനെ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിക്കാൻ ദൈവം 6 മാസത്തെ കോഴ്സേ പഠിച്ചുള്ളൂവെങ്കിലും അതെന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വിവാഹത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അപ്പോഴും ഒത്തിരി നല്ല നല്ല പ്രപ്പോസലുകളൊക്കെ വന്നെങ്കിലും ഞാൻ ഒറ്റപ്പിടി നിന്ന് എനിക്ക് അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജേഷ് എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ദേവദാസൻ മുഖാന്തരം കടന്നു വരികയും, അവരും ഒരു പാസ്റ്റർ ഫാമിലിയാണ്. പപ്പ, എന്റെ ഹസ്ബൻഡിന്റെ പപ്പ ന്യൂ ഇന്ത്യയിലെ ഒരു പാസ്റ്റർ തന്നെയാണ്. അപ്പൊ അങ്ങനെ 37 വർഷം ന്യൂ ഇന്ത്യ പ്രസ്ഥാനത്തോട് ചേർന്ന് അനേക സഭകളൊക്കെ സ്ഥാപിച്ച ഒരു ദേവദാസന്റെ മകൻ അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും അവര് 2 ആൺമക്കളാണ്. എന്റെ ഹസ്ബൻഡാണ് മൂത്തയാള്. സന്തോഷത്തോടെ വിവാഹം കഴിഞ്ഞ് 6 മാസമായതും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചർച്ച് കിട്ടി. അങ്ങനെ ചർച്ചിന്റെ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ കടന്നുപോയി. അങ്ങനെ മൂത്ത മകൻ ജനിക്കുവാനിടയായി തീർന്നു. അവന് എനിക്ക് നിന്നു 2 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അനുജൻ 27 വയസ്സ്, രതീഷ് കുമാർ എന്ന പേര്, പുള്ളി നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. 2 മാസം പ്രായമുള്ളപ്പോ പുള്ളി ഒരു പെട്ടെന്നൊരു യാത്ര, പുള്ളിക്ക് ദുബൈയിൽ പോകാൻ വേണ്ടി ഒരു ക്രമീകരണം വന്നു. അങ്ങനെ പുള്ളി മോന്, എന്റെ മൂത്ത മോന്, അവനിന്ന് 18 വയസ്സാകാൻ പോകുന്നു, മൂത്തയാളിന്. ഇങ്ങനെ വിദേശത്ത് പോയി സന്തോഷത്തോടെ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ട്രാജഡി പോലെ ഞങ്ങളോട് ഈ സഹോദരൻ 10 മണിയായപ്പോ ഫോണിൽ ഞങ്ങളോട് സംസാരിക്കുക. എന്നെ ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. ചേട്ടത്തി, അപ്പൊ വരാൻ 2 ആഴ്ചയേ ഉള്ളൂ, തിരിച്ച് നാട്ടിൽ വരാൻ 2 ആഴ്ചയേ ഉള്ളൂ. 2 ആഴ്ചയുള്ളപ്പോ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ മേടിച്ചു വെച്ചു. അപ്പൊ മോന് 2 മാസമായപ്പോ പോയതല്ലേ, അപ്പൊ 2 വർഷം ബർത്ത്ഡേക്ക് കണക്കാക്കി വരാൻ വേണ്ടി പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് എന്നെ വരാൻ വേണ്ടി 2 ആഴ്ച. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുക. കാരണം ആദ്യമായിട്ട് പുള്ളി പോയതാ വിദേശത്ത്. അപ്പോ പെട്ടെന്ന് 10 മണിക്ക് ഞങ്ങളോട് വിളിച്ച് സംസാരിക്കുകയും 1 മണിയായപ്പോ ഞങ്ങളുടെ ഫോണിനകത്ത് ഒരു കോള് വന്നു.
ഫോൺ എടുത്തപ്പോ വിളിച്ചയാൾ ഇങ്ങനെ പറഞ്ഞു, രതീഷ് കുമാർ മരിച്ചുപോയി. ഒരു കാരണം ഒന്നും പറഞ്ഞില്ല. ഈ വിളിച്ചയാൾ ഇത്രയും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കി. പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട്, അന്ന് ഇതുപോലെ വാട്സപ്പ് ഒന്നും ഇല്ല, മെയിൻ കോളിന് എനിക്ക് തോന്നുന്നു 10 രൂപ എങ്ങാണ്ടോ, അപ്പൊ തുച്ഛമായിട്ടുള്ള ഒരു പൈസയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നു. അങ്ങോട്ട് വിളിച്ചപ്പോഴും ഒരാൾ എടുത്തോട്ട് പറയുന്നു, രതീഷ് കുമാർ ഇതിൽ സീരിയസ് ആണ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് എന്നും പറഞ്ഞിട്ട് ആ പുള്ളി ഫോൺ കട്ടാക്കി. 1 മണി, രാത്രി 1 മണിക്ക്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി. പിറ്റേന്ന് ഫോണുകൾ ഇങ്ങനെ വരികയാ. പുള്ളിക്കാരൻ അവിടെ വെച്ച് മരണപ്പെടുവാനിടയായി തീർന്നു. മരണകാരണം എങ്ങനെയാ? ഞാനിങ്ങനെ കിടന്നുകൊണ്ട് സെവനപ്പെടുത്ത് കുടിച്ചു. അപ്പൊ അവിടെ ക്യാമ്പിൽ ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഇവര് കുടിക്കാത്തതിന് ബാലൻസ് കിടക്കാൻ സമയത്ത് അതിങ്ങനെ കിടന്നുകൊണ്ട് കുടിച്ചപ്പോ അത് ഇങ്ങനെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ശ്വാസം കിട്ടുകാതെ. അപ്പൊ ഈ ലാസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കുന്നത് ഈ പുള്ളിയാ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നപ്പോ ബാക്കിയുള്ളവരും നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു അമർച്ച പോലെ കേട്ട് അടുത്തുള്ളവർ നോക്കുമ്പോൾ എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്ന് ആരെങ്കിലും ഒന്ന് നെഞ്ചിൽ പ്രസ് ചെയ്യുകയോ മുതുകിലടിക്കുകയോ ഒന്ന് എടുത്തൊന്ന് കൊടയൊക്കെ ചെയ്തെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. ഇവര് കണ്ടിട്ട് ഇവര് പേടിച്ചോടി ക്യാമ്പിൽ പോയി ഡോക്ടറിനെ കൊണ്ടുവന്നു. ഡോക്ടർ വന്നപ്പോഴത്തേനും നെഞ്ചിൽ ഇങ്ങനെ രണ്ടും പ്രസ് ചെയ്തപ്പോ കുടിച്ച സവനം ഇതുവഴി പോവുകയും കണ്ണ് മേലോട്ടാകുകയും അങ്ങനെ പുള്ളി മരണപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ 14-ന്റെ അന്ന് ബോഡി നാട്ടിലെത്തി. ഞങ്ങൾ ഈ ശുശ്രൂഷയിലോട്ട് വന്ന് ഇങ്ങനെ ശക്തമായ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഒരു വേർപാട് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ അങ്ങ് പിടിച്ചൊലിക്കുന്ന ഒരു പ്രശ്നം, ഒരു പ്രയാസം പോലെ ആയിത്തീർന്നത്. അത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പപ്പയ്ക്കും. അപ്പൊ ഞങ്ങൾ ഈ പുതിയ പ്രവർത്തനമാകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പപ്പയോടും ഈ ബ്രദറിനോടാ പറയുന്നത്. ഇപ്പൊ BBS വയ്ക്കണം, ഉടനെ അവര് പൈസ ഇട്ട് തരും. അരി തീർന്നു പോയി, ഉടനെ അവർ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ് കുഞ്ഞായി ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവരുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കൊന്നും അറിയണ്ട, എന്ത് വേണോ, പലഹാരം വേണോ, പാല് വേണോ, ഇതെല്ലാം ഞങ്ങൾക്ക് ചെറിയൊരു പ്രവർത്തനമായിട്ട് വേറെ ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഞങ്ങള് പ്രയാസം. പക്ഷെ ഇവരുള്ളത് കൊണ്ട് ഏത് ആവശ്യം പറഞ്ഞാലും ഇവർ ഞങ്ങളെ സഹായിക്കും. പെട്ടെന്ന് ചുരുക്കമായിട്ട് പറയുന്നു, 2 വർഷമായതും അനുജൻ മരിച്ച് 2 വർഷമായതും പപ്പയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അന്ന് ഞാൻ 2ാമത് മോളെ 5 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ ഈ 2 ആൺമക്കളാണല്ലോ അവിടെ. അപ്പൊ മോക്ക് ഇന്ന പേരിടണമെന്നും മോളായിരിക്കും എന്നൊക്കെ പപ്പ ഞങ്ങളോട് പറയുകയും, പപ്പയ്ക്ക് പെട്ടെന്ന് അന്ന് രാവിലെ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കഴിച്ച്, അന്ന് പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് അതൊക്കെ വെച്ച് കഴിച്ച്, അതും ഇതുപോലെ രാത്രി 2 മണിയായപ്പോ ഒരു അസ്വസ്ഥത തോന്നി. എന്തൊക്കെയോ പറയാൻ ഞാനൊക്കെ ലൈവായിട്ട് കണ്ടു. ഞങ്ങളെ കൂടെ ആയിരുന്നു പപ്പ. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോകുന്ന വഴി തന്നെ പപ്പ മരിച്ചു കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവർ കൊണ്ടുപോയി. ചുരുക്കമായി പറഞ്ഞ 2 വർഷമായത് പപ്പയും മരിച്ചു. അങ്ങനെ പപ്പ അന്ന് പൊന്നമ്പി ന്യൂ ഇന്ത്യ, വെള്ളറട പൊന്നമ്പി ന്യൂ ഇന്ത്യ ദൈവസഭയിൽ പപ്പ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണ് പപ്പ മരണപ്പെടുന്നത്. അങ്ങനെ ആശ്രയിച്ച 2 കൊമ്പുകളെയും ദൈവം വെട്ടി. പിന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഞങ്ങളുടെ കുടുംബം തകർന്നു. എല്ലാവരും ഞങ്ങൾക്ക് എതിരായി. കാരണം എന്തെന്നറിയാവോ? അവര് പറഞ്ഞ വാക്കിങ്ങനെ, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന പറയുന്നത് എന്തേ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വന്നത് നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നില്ല എന്നൊക്കെ ചോദിച്ചു. ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ അകന്നു മാറി. അങ്ങനെ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ട് 5-ാം മാസം സ്കാനിങ്ങിന് പൈസ തന്നത് പപ്പയായിരുന്നു. പക്ഷെ അടുത്ത് 7-ാം മാസത്തെ സ്കാനിങ്ങിന് പൈസ തരാൻ പപ്പയില്ല, പൈസയും കയ്യിലില്ല. അങ്ങനെ ആ ചർച്ചിലുള്ള വിശ്വാസികൾ പപ്പയുടെ മരണത്തോടനുബന്ധിച്ച് ഞങ്ങളെ അവിടേക്ക് ക്ഷണിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ 5.5 മാസം പ്രഗ്നന്റ്. ഈ ചർച്ചാണെങ്കിൽ 45 വർഷം പഴക്കമുള്ള ചർച്ച്, അല്പ ആൾക്കാരേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ബൈബിൾ പരമായിട്ടൊക്കെ നല്ല അറിവും കഴിവും ഒക്കെ ഉള്ള ആന്റിമാരാണ്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വന്ന് പറയാ, നിങ്ങൾ ഈ ചർച്ചില് സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ അവിടുത്തെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇങ്ങനെ, കർത്താവേ, അപ്പൊ ഞാൻ പറഞ്ഞു നാളെ പറയാം.
എന്നും പറഞ്ഞിട്ട് ആ റൂമിനകത്ത് കയറി ഒറ്റ പ്രാർത്ഥന, ദൈവമേ എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ല. ആകപ്പാടെ കുഞ്ഞുനാള് മുതലേ പാട്ട് രാഗവും താളമൊന്നുമില്ല, പാടും, കൈയടിച്ച് ആത്മാവിൽ നന്നായിട്ട് ആരാധിക്കും. അങ്ങനെ കർത്താവ് എനിക്ക് ആരാധിക്കാൻ മാത്രമേ അറിയൂ. എനിക്ക് ബൈബിളിൽ നിന്ന് ഈ ആന്റിമാർ എന്തെങ്കിലും ചോദിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സഭ ആന്റിമാർക്കും നല്ല പ്രായമുണ്ട്. ഇതിന്റെ നടുവ് ഞാൻ പോയി അവിടെ പോയി ഒരു പാസ്റ്റർമാരി എന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ചെറിയ വർക്ക് അവിടെ നമ്മൾ നേടിയ ആൾക്കാർ, നമ്മൾ അറിയാവുന്ന അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോയി എങ്ങനെയാ കർത്താവ് ഞങ്ങൾ പോകണമോ, ഇനി ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല, ആരും ഞങ്ങളെ സഹായിക്കാനില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ ആ റൂമിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് സംസാരിച്ച വാക്കിങ്ങനെയാ, ആമേൻ, മോശയോട് പറഞ്ഞു. മോശ ഒത്തിരി ഒഴിവ് കഴിവുകൾ പറഞ്ഞു. ഞാനും ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇങ്ങനെ പിന്മാറുമ്പോ ദൈവത്തിന്റെ ശബ്ദം എന്നോട് പറയുക, മോശയോട് പറഞ്ഞത്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും, ആമേൻ എന്നുള്ള ഒരു ശബ്ദം എന്റെ കാതിൽ ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പോകുന്നത് ദൈവഹിതമാണ്. അങ്ങനെ വായോട് കൂടെ ഇത്രയും പാകത്തിന്റെ കൺട്രോൾ ഞാൻ ഏറ്റെടുക്കും, നീ ഒന്ന് നിന്ന് തന്നാ മതി, ഞാൻ നിന്റെ കൂടെ ഒന്ന് പോകാ എന്നുള്ള ഒരു മനസ്സിലാകത്തൊരു പ്രേരണ. അങ്ങനെ പിറ്റേന്ന് അങ്ങനെ പ്രേരണ കിട്ടുകയും ഞങ്ങൾ ആ സഭയിലോട്ട് വരുവാനിടയായിട്ട്. ഇതിന്റെ ഇടയിൽ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഈ 2 മരണവും സംഭവിച്ചപ്പോ എന്റെ ഹസ്ബൻഡ് തികഞ്ഞൊരു പിന്മാറ്റക്കാരനായി. ആമേൻ. പുള്ളി പറഞ്ഞു, പാസ്റ്റർ പണി നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും ഒരു വിശ്വാസിയായിട്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം, ഒരു മൂലയിൽ ഇരുന്നോളാം, ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല, ഞാൻ ഇനി ചർച്ച നടത്തത്തില്ല, ഞാൻ പാസ്റ്റർ പണി ഇവിടം വെച്ച് നിർത്തി. കാരണം നമുക്കൊന്ന് ചോദിച്ചാൽ, പപ്പ മരിച്ചത് പ്രായം 63 വയസ്സാന്ന് തോന്നുന്നു. അപ്പൊ മരിക്കുമ്പോ പപ്പ മരിച്ചത് കുഴപ്പമില്ല. പക്ഷെ എന്റെ അനുജൻ 27 വയസ്സുള്ള എന്റെ അനുജൻ, ഞാൻ സന്തോഷത്തോടെ എയർപോർട്ടിൽ പോയി ടാറ്റ കാണിച്ച് അവനെ യാത്ര വിട്ടിട്ട് അവന്റെ ചേതനയേറ്റ ശരീരമാണോ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിവാഹം കഴിഞ്ഞ് പോയിട്ട് ഒരു ദിവസം പോലും അവർ പിണങ്ങിയിരിക്കുന്നത് കണ്ടിട്ടില്ല. ഭയങ്കര കൂട്ടാണ്. അവൻ ഒരു 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 കൂട്ടിലെ പക്ഷികളെ പോലെ അങ്ങനെ അവൻ വളരെ സ്നേഹത്തോടെ താമസിച്ച, പെട്ടെന്ന് മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒത്തിരി ഇങ്ങനെ പറഞ്ഞു, ആ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച്, കൊതിയോടെ മേടിച്ചു വെച്ച് അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് കൊണ്ടുകൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു അതൊന്ന് കൊണ്ടുകൊടുത്ത് ആ സന്തോഷം അനുഭവിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യം ഇങ്ങനെയാ, ഞാൻ എങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും? യേശു വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, സൗഖ്യം നൽകുന്നവൻ, മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനൊക്കെ പറഞ്ഞിട്ട് എന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയാത്ത, വിടുവിപ്പാൻ കഴിയാത്ത യേശുവിനെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ക്ലീൻ ഷേവ് പാസ്റ്റല്ലേ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാ. പക്ഷെ പെട്ടെന്ന് പുള്ളിക്ക് നിരാശ കയറി. പിന്നെ അവൻ ഷേവ് ചെയ്യത്തില്ല, താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി പുള്ളി ഒരു പ്രാകൃതനായി. വല്ലാത്തൊരു പാട്ടുണ്ടോന്ന് കേട്ടോ, പാട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമെന്ന് ചോദിച്ചോ, ഇല്ല. 14 ദിവസം ഓടി വന്നവരും മാറി മാറി ദേവദാസന്മാരും സഭകളും ഞങ്ങളുടെ എല്ലാവരും ഒത്തിരി ആൾക്കാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കും. പക്ഷെ മനസ്സിനകത്ത് ഇനി ഇതെല്ലാം വച്ചു നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകണം, പ്ലംബിംഗ് അറിയാം, അതിന് പോകണമെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഇങ്ങനെ മനസ്സിനകത്ത് കാഠിന്യപ്പെട്ടിരിക്കുമ്പോൾ വെളുപ്പിനെ 3:30 ഒരു ദൈവശബ്ദം കേൾക്കുക. അന്ന് ഞാൻ 2ാമത് പ്രഗ്നന്റ്, മൂത്ത മകന് എനിക്ക് തോന്നുന്നു 2.5 വയസ്സോ 3 വയസ്സോ പ്രായം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 3:30 മണിയായപ്പോൾ ഒരു ദൈവശബ്ദം താൻ കേൾക്കുക, നീ എന്റെ വേല ചെയ്യണം. അപ്പൊ പുള്ളി പറയുന്നു, ഇല്ല, ഞാൻ എങ്ങനെ അങ്ങയുടെ വേല ചെയ്യാൻ പറ്റും? എന്റെ അനുജനെ രക്ഷിക്കാൻ കഴിയാ, എന്റെ സഹോദരൻ രക്ഷിക്കാൻ കഴിയാത്ത യേശുവിനെ ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല. അടുത്തു അധികാരത്തോടെ കുറച്ചുകൂടെ ഒരു അപ്പൻ പറയുന്ന ഒരു പവറോടെ പറയുക, നീ എന്റെ വേല ചെയ്തില്ലെങ്കിൽ നിന്റെ മൂത്ത മകനെ ഞാൻ തൊടുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റു. അപ്പൊ കുഞ്ഞടുത്ത് കിടക്കുന്നു, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചുരുക്കമായി പറയാം, പെട്ടെന്ന് 3 ദിവസത്തിനകം തന്നെ കളിച്ചുകൊണ്ടിരുന്ന 2.5 വയസ്സ് പ്രായമുള്ള മൂത്ത മകൻ അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഒരു തുള്ളി പാൽ കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല,
ആമേൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താണെന്ന് അറിയാൻ പാടില്ല. പെട്ടെന്ന് അവൻ കുഴഞ്ഞു, ശരീരമെല്ലാം തളർന്നു. ഹോസ്പിറ്റലിൽ എനിക്ക് 5 ദിവസം കാട്ടാക്കട മാമൽ ഹോസ്പിറ്റലിൽ ഇവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അഡ്മിറ്റ് ചെയ്ത് അവര് ട്രിപ്പ് ഇടുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അവര് പറയുന്നത് തൊണ്ടയിൽ എന്തോ ഇൻഫെക്ഷനാ, എന്തോ പ്രശ്നമാ തൊണ്ടയ്ക്കകത്ത്, അതുകൊണ്ടാ പാല് കുടിക്കാത്ത, ആഹാരം കഴിക്കാത്തത് എന്ന് പറഞ്ഞു. അവര് പറയുക 5-ാമത്തെ ദിവസം ഇത്രയും മരുന്ന് കൊടുത്തിട്ട് ഒരു കുറവുമില്ല. ഡോക്ടർമാർ ഞങ്ങളെ റൂമിനകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, നിങ്ങൾ ഇനി SAT, അതായത് തിരുവനന്തപുരം വലിയ ഹോസ്പിറ്റൽ, കുഞ്ഞുങ്ങൾക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാര് കൈ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവന്റെ സ്ഥിതി നാളുകൾ ചെല്ലുന്തോറും വഷളായി പോയി. ഇവന്റെ കണ്ണൊക്കെ കുഴിഞ്ഞ്, ചുണ്ടൊക്കെ നീലനിലത്തിലായി. ഇവൻ കരഞ്ഞു, രാത്രിയും ഉറക്കമില്ല, പകലും ഉറക്കമില്ല. വേദന കൊണ്ട് ഞങ്ങളെ അവൻ ഉറങ്ങാൻ വിടുന്നില്ല. അങ്ങനെ വലിയ എന്തോ സംഭവിക്കാൻ പോകുന്ന ഉള്ളിനകത്തൊരു ഭയം. മകൻ ഞങ്ങളെ വിട്ട് പോകുമോ എന്നുള്ളൊരു ചിന്താഭാരം ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി 12:30 മണിയാകുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ ഇവനെയും കൊണ്ട് നടക്കുക. മാറി മാറി ഇവനെ എടുക്കുന്നുണ്ട്. ആശ്വാസം അല്ലെങ്കിൽ പലതും പറയുന്നു. പക്ഷെ ഇവൻ കരഞ്ഞു കുഴഞ്ഞു. ഇവൻ ഒരു ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ കണ്ട സ്വപ്നം, 3:30 മണിക്ക് താൻ കണ്ട സ്വപ്നം ഇങ്ങനെ ഓർമ്മ വന്നു. ആ സ്വപ്നം കണ്ടിട്ട്, ആ സ്വപ്നം ഇങ്ങനെ പറഞ്ഞല്ലോ, നീ എന്റെ വേല ചെയ്തില്ല എങ്കിൽ നിന്റെ മൂത്ത മകനത്തോട് വന്നു. ഈ സ്വപ്നം കണ്ടപ്പോൾ തനിക്കൊരു ഭയമായി, അല്ലെങ്കിൽ ആ ഓർമ്മ വന്നപ്പോൾ തനിക്കൊരു ഭയമായി. ഇത് ദൈവം തൊട്ടതാണെന്നുള്ളൊരു ഭയം ഉള്ളിനകത്ത് കിടക്കുക. അങ്ങനെ ആമേൻ ഉടനെ ആ 12:30 മണിക്ക് ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഞാൻ പറഞ്ഞല്ലോ, ആമേൻ ആ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം. എന്റെ കുഞ്ഞിന് നീ ഒരു സൗഖ്യം നൽകണം. ഇനി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വയ്യ, നീ എന്റെ കുഞ്ഞിന് സൗഖ്യം നൽകിയാ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ അപ്പന്റെ വേല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ അവിടെ ഇരുന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ 5 ദിവസം കൊണ്ട്, 5 കൂടുതൽ ദിവസമായി ഉറങ്ങാത്ത ആ കുഞ്ഞ് ഈ തീരുമാനം ഉള്ളിലെടുത്ത് വാ കൊണ്ടത് പറയുമ്പോൾ തന്നെ ഉറങ്ങാതിരുന്ന എന്റെ കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഉറങ്ങി എഴുന്നേറ്റ ശേഷം അവൻ പാല് കുടിക്കുവാനിടയായി തീർന്നു, അവൻ ആഹാരം കഴിക്കുവാനിടയായി തീർന്നു. ഡോക്ടർമാർക്ക് വരെ അത്ഭുതമായി, ഇതെന്താ ഇവിടെ സംഭവിച്ചത്. ആമേൻ. അങ്ങനെയാണ് വേണ്ട എന്ന് പറഞ്ഞ് ഈ മരണവും ഈ സങ്കടവും ഒക്കെ കടന്നു വന്നപ്പോ ഇനി ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയപ്പോൾ അപ്പോൾ ഞങ്ങളെ വിടാൻ സമ്മതമായില്ല. അപ്പോൾ ഞങ്ങളെ പിന്നെയും ഈ പെട്ടകം എടുക്കുവാൻ ബാലശിക്ഷയിലൂടെ അതിലൂടെ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന VA തമ്പി പാസ്റ്റർ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഇങ്ങനെ നടക്കുമ്പോൾ ആ കൺവെൻഷന് ഞങ്ങളെ ഫ്രണ്ടിൽ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ തലയിൽ കൈവച്ച്, അപ്പൻ നഷ്ടപ്പെട്ട്, സഹോദരൻ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് അങ്ങനെ ആയിരിക്കുന്ന ആ സമയത്ത് സ്റ്റേജിൽ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ച്, കുഞ്ഞുണ്ട് അവനെയും, അപ്പൊ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്, അപ്പൊ ഞങ്ങൾ സ്റ്റേജിൽ വിളിച്ച് തലയിൽ കൈവച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് താൻ പറഞ്ഞ വാക്കിങ്ങനെയാ, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ ഒരു പരിധി കൊണ്ട് അതൊക്കെ തന്നാലും അല്പസമയം, പക്ഷേ എന്നെ അയച്ചവരുണ്ട്, അവിടെ ഒന്നിനും ഒരു കുറവില്ല, അവിടെ ചോദിച്ച് നിങ്ങൾ മേടിച്ചുകൊള്ളും, നിങ്ങൾക്ക് അവിടെ ഏത് കാര്യവും മുടക്കുന്നില്ല, ആവശ്യമനുസരിച്ച് തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് നിങ്ങൾ യാചിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ച് പൊന്നമ്പി ന്യൂ ഇന്ത്യ ദൈവസഭയിലേക്ക് ആ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ അയക്കുവാനിടയായി തീർന്നു. ഇന്ന് കൃപയാൽ 14-ാമത്തെ വർഷമാണ് ഞങ്ങൾ ആ ചർച്ചിൽ പോയിട്ട്. ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും പഠിത്തം കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടൊക്കെ ഞങ്ങൾ സീറോയാ. എന്ന് വെച്ചാൽ അവിടെ സെൻട്രൽ പാസ്റ്റർമാർ ഇരുന്ന ചർച്ച, പ്രഗത്ഭന്മാർ ഇരുന്ന ചർച്ച, അതിൽ ഒരു കഴിവൊന്നുമില്ലാത്ത ഞങ്ങളെ 13 വർഷം തികഞ്ഞ് 14-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. 3 മാസം പോലും തികയ്ക്കത്തില്ലെന്ന് പറഞ്ഞു വിടുന്നതാണ്. ഇനി ഇവൻ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞു വിടുന്നതാണ്. അപ്പൻ പോയി, സഹോദരൻ പോയി, ഇനി എന്തായി തീരുമെന്ന് പറഞ്ഞു വിടുന്നതാണ്. അവൻ 13 വർഷം പൂർത്തീകരിക്കുവാൻ എന്റെ അപ്പച്ചൻ സ്വർഗത്തിൽ എന്റെ കർത്താവ് കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, ശോധനകളില്ലാത്തതുകൊണ്ട് 5-ാം മാസം സ്കാനിങ് ഞാൻ പറഞ്ഞല്ലോ, പൈസ കയ്യിലില്ല. അങ്ങനെ പിറ്റേന്ന് സ്കാനിങ്ങിന് പോണം. ഇങ്ങനെ സങ്കടമാണ്. കർത്താവേ, 7-ാം മാസത്തെ സ്കാനിങ്ങിന് കയ്യിൽ കാശ്, ഞങ്ങൾ ചർച്ചിലോട്ട് വന്നു. പുതിയ സ്ഥലം, പരിചയക്കാരൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, 5-ാം മാസം
സ്കാനിങ്ങിന് പൈസ തരാൻ ആളുണ്ടായിരുന്നു. പക്ഷെ 7-ാം മാസത്തെ ആരുമില്ലല്ലോ, പൈസയും കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ദേവി ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലിന്റെ പേര്. ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ട് ഒരു മതിലിന്റെ അപ്പുറം ഹോസ്പിറ്റലാ. ആമേൻ. അങ്ങനെ ആരോ പറഞ്ഞു, അവിടെ 2 ആന്റിമാർ രോഗികളായിട്ട് വന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവര് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ആന്റിമാരെ, 2 ആന്റിമാർ അവിടെ കടന്നു വരുവാരുടെ ആയിട്ടുള്ളൂ. പ്രാർത്ഥിച്ചു, ദൈവം തന്ന ദൂതുകളും ആലോചനകളും വെള്ളവും ഒക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 40 ദിവസം കൊണ്ട് അവർ ആ ഹോസ്പിറ്റലിൽ കിടക്കുക. പ്രാർത്ഥിച്ചപ്പോൾ അവർ ആ ക്ഷണത്തിൽ തന്നെ അവിടെ തലവേദന വിട്ടുമാറി. അവർക്ക് ഭയങ്കര വിശ്വാസമായി. ഒരു പെന്തക്കോസ്തക്കാരൊന്നും അല്ല, വേറെ സമുദായത്തിൽപ്പെട്ടവരാ. പക്ഷെ ദൈവം ഒരു സൗഖ്യം അവിടെ കൊടുത്തു. അത് അവർക്ക് വിശ്വാസമായി. അവൻ പോകാൻ സമയത്ത് ഒരു ആന്റി 500 രൂപ, ഒരു ആന്റി 200 രൂപ, അങ്ങനെ 700 രൂപ. പിറ്റന്ന് സ്കാനിങ്ങിന് 700 രൂപ വേണം. ആ 700 രൂപ പരിചയമൊന്നുമില്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ സഹോദരിമാർ ദൈവം ഞങ്ങൾക്ക് അവിടെ നൽകുവാനിടയായിത്തീർന്നു. അപ്പൊ മനസ്സിനകത്ത് ഉള്ളിനകത്തൊരു ചിന്ത എങ്ങനെ വന്നു, ഈ ലോകത്തിലെ പപ്പ നഷ്ടപ്പെട്ടാൽ ഉയരത്തിലൊരു അപ്പനുണ്ട്. ആ അപ്പൻ ആവശ്യം അനുസരിച്ച് ഇന്നുവരെയും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദേശത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഒരു സാക്ഷ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പോകുമ്പോൾ ആ ചർച്ചിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ദേശത്ത് ആ ചർച്ചിനെ കുറിച്ച് ആർക്കുമൊന്നും അങ്ങനെ അറിയത്തില്ല. പക്ഷേ ദൈവം അവിടെ ഒരു വലിയ പ്രവൃത്തി അങ്ങ് ചെയ്തു. ഞങ്ങൾ അവിടെ പോയി ഒരു 6 മാസം, അല്ലെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ദൈവം ചില പുതിയ കുടുംബങ്ങൾ നൽകുവാനിടയായി തീർന്നു. ആ കുടുംബം വരാനൊരു കാരണം എങ്ങനെയാണ്, ആ ദേശത്ത് അവിടെ ഞാൻ പറഞ്ഞില്ല, ഹോസ്പിറ്റലില് ഒരു സഹോദരിയെ കൈയും കാലും കെട്ടിയിട്ടിരുന്നു. അവരുടെ പേര് സരിത എന്ന. അപ്പോ ഇവൾക്ക് പൈശാചികമായിട്ടൊരു പ്രയാസം വന്നിട്ട് ഒത്തിരി ഇടത്ത് കൊണ്ടുപോയി, ഒത്തിരി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി, അതുപോലെ തമിഴ്നാടൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി. മന്ത്രവാദി പറഞ്ഞു 80,000 രൂപ മന്ത്രവാദം ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ആ മന്ത്രവാദി പറഞ്ഞു, എല്ലാം പോയിട്ടുണ്ട്, ഒന്നുണ്ട്, അത് പോകണമെങ്കിൽ വലിയ പള്ളികളിലൊന്നും കുരിശു വെച്ച പള്ളികളിലൊന്നും പോകരുത്, ബാൻഡ് അടിച്ച്, അതായത് ചെറിയ പള്ളി ചർച്ചുകളുണ്ട്, അവിടെ പോയി, ഇവിടെ തീരാത്തിലേക്ക് അവിടെയാ പറഞ്ഞു വിടുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ടും ആരോ പറഞ്ഞ് കേട്ട് ഒരു ദിവസം രാത്രി 11:30 ആയപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പൊ കേട്ട് എന്തിനാ വന്നേ? അപ്പൊ പറഞ്ഞു, അവിടെ ഒരു സഹോദരി ഉണ്ട്, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പാസ്റ്റർ അങ്ങനെ ഭൂതം ഒഴിച്ചൊന്നും അങ്ങനെ പരിചയമില്ല, കണ്ട് പരിചയമുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ശുശ്രൂഷ താൻ ചെയ്തിട്ടില്ല. എന്തായാലും അപ്പൊ എന്റെ പാസ്റ്ററിന്റെ അമ്മ ഞങ്ങളെ കൂടെ. അമ്മ പറഞ്ഞിട്ടാ, നീ അങ്ങനെ പോകണ്ട, കാരണം നമ്മളങ്ങനെ പോയിട്ടില്ലല്ലോ. പക്ഷെ വന്നവര് പാസ്റ്റർ കൊണ്ടേ പോകത്തുള്ളൂ. എന്തായാലും പാസ്റ്റർ എന്റെ ഹസ്ബൻഡ് അകത്ത് കയറി, കർത്താവേ, എനിക്ക് ഭൂതമൊഴിച്ചൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല, കർത്താവേ ഞാൻ പോകുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കണേ എന്ന് പറഞ്ഞ് ആരും കാണാതെ റൂമിനകത്തുനിന്ന് ഒരു വാക്ക് താൻ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ചോരുന്ന നേരം നിന്ന് താൻ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ റോഡ് മുഴുവനും ആൾക്കാരാ, ഒരു കൂട്ടുകുടുംബം മൊത്തം ആൾക്കാരാ. അപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ടപ്പോ തന്നെ വാസു വിചാരിച്ചു ഇവിടെ എന്തോ സംഭവിച്ചെന്ന്. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. ഞങ്ങളുടെ പാസ്റ്റർ ഈ വീടിന്റെ കോമ്പൗണ്ട് കാലെടുത്ത് വെക്കുമ്പോ ഈ വയലന്റ് ആയിരുന്ന ഈ സഹോദരി പെട്ടെന്ന് അവളുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന പൈശാചിക ശക്തി വിട്ടുമാറി അവൾ നോർമലായി സംസാരിക്കാൻ തുടങ്ങി. അതുവരെ ഇവളെ ആര് പിടിച്ചാൽ നിൽക്കത്തില്ല. 3-4 അവളുടെ ഹസ്ബൻഡ് വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ പോകുമ്പോ ഇവളെ പരിചയപ്പെടുമ്പോ 2.5 മാസം അവള് പ്രഗ്നന്റാ. ഇവള് വയറ്റില് മാറി ഇങ്ങനെ കൈ മുറുക്കി കൈ ഇടിക്കും. എന്നിട്ട് പറയും, ഇവന്റെ കുഞ്ഞിനെ ഞാൻ തരത്തില്ല, ഇതിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. ഇവക്ക് ചെറിയൊരു തലവേദന, പുറം വേദന എടുക്കും. പെട്ടെന്ന് ഇവൾ ആള് മാറും. പിന്നെ ഈ ചെറിയ വിരൽ ഇങ്ങനെ വെട്ടി വിറയ്ക്കും. അപ്പം മനസ്സിലാകണം ഇവർക്ക് പൈശാചികമായിട്ടുള്ള ആ ഒരു അസ്വസ്ഥത വെളിപ്പെട്ടൊന്ന്. അപ്പൊ ആര് പിടിച്ചാലും നിൽക്കുക, ഇവരെല്ലാം തോർപ്പിച്ചിട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യും, ആകപ്പാടെ സ്കെൽറ്റാ, പക്ഷെ ആര് പിടിച്ചാലും നിൽക്കത്തില്ല. എന്നിട്ട് ഇവിടെയൊക്കെ തെറിപ്പിച്ചിട്ട് ഓടും. ബൈക്ക്
ബൈക്ക് എടുത്തുകൊണ്ട് പുറകെ ആള് പോകുമ്പോൾ ഇവള് നേരെ തോട്ടിലോട്ട് ചാടും. ബൈക്ക് വെച്ചിട്ട് ഇവര് തോട്ടിലോട്ട് കയറുമ്പോൾ ഇവള് റോഡിൽ കയറും. ഇങ്ങനെയുള്ള ഒരു സഹോദരി ഈ ഞങ്ങളിപ്പോ ആയിരിക്കുന്ന ദേശം മുഴുവനും അറിയാവുന്ന ഒരു സഹോദരിയാണ്. പക്ഷെ മന്ത്രവാദത്തിനൊന്നും സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല. കൃപയാൽ 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 എന്ന് മാത്രം പറയാം. പാസ്റ്റർ അവിടെ പോയതും ഇവിടെ മേലുണ്ടായിരുന്ന പൈശാചിക ശക്തി വിട്ടുമാറി ഇവിടെ നോർമലായി സംസാരിക്കാൻ തുടങ്ങി. അവിടെ വേറെ ഒന്നും ചെയ്തില്ല, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇച്ചിരി വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്തു, വെളിച്ചെണ്ണയും പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തലവേദനയല്ലേ ആരംഭം. ആ ആരംഭം വരുമ്പോ തന്നെ സ്തോത്രം ഉള്ളം കയ്യിലെടുത്ത് വെച്ച് യേശുവിന്റെ രക്തം പറഞ്ഞ് ആമേൻ കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞു. എന്നിട്ട് 91 സങ്കീർത്തനം കാണാതെ പഠിക്കാൻ പറഞ്ഞു. 10ാമത്തെ വാക്യം ഉരുവിടാൻ പറഞ്ഞു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ഇത് പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തായാലും അവിടെ ഒരു മിറക്കിൾ അങ്ങ് സംഭവിച്ചു. ഡോക്ടർമാർക്ക് കഴിയാത്തത്, മരുന്നിന് കഴിയാത്തത്, മന്ത്രവാദത്തിന് കഴിയാത്തത്, പൂജാരിമാർക്ക് കഴിയാത്തത്, ആ ദേശത്തില് എവിടെയൊക്കെ കൊണ്ടു ആരൊക്കെ പറഞ്ഞു സ്വന്തം അമ്മ ഇവളെ കുറിച്ച് ഈ കൊച്ചൊന്നും മരിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവക്ക് ഈ പൈശാചികമായിട്ട് ഈ ശക്തി ഇളകുമ്പോൾ മീൻ കഴുകിയ വെള്ളമെടുത്ത് ദേഹത്തോട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചൂലുണ്ടല്ലോ, ചൂല് കൊണ്ട് അടിക്കും, ചൂരല് കൊണ്ട് അടിക്കും. ഈ ക്ലോസറ്റിൽ മുക്കിയിട്ട് അന്ന് അവർ ചെയ്ത കാര്യങ്ങള് ഈ ഇത് വിട്ടുമാറാൻ വേണ്ടി അതുകൊണ്ട് ചൂല് കൊണ്ട് ശരീരത്തിൽ അടിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്തിട്ട് സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, കുടുംബത്തിന്റെ അകത്ത് സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിന് നടുവില് എന്തായാലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. ആ ആഴ്ചയല്ലേ വെള്ളിയാഴ്ച ഈ സഹോദരിക്ക് ഒരു ചേച്ചിയുണ്ട്. ഇവർ രണ്ടും കൂടെ ഞങ്ങളുടെ ആലയത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ആലയത്തിൽ വന്നു പ്രാർത്ഥിച്ചു. ആമേൻ, ദൈവം നല്ല സൗഖ്യം കൊടുത്തു. ആമേൻ, കൃപയാൽ ചുരുക്കമായി പറയാ, ആ സഹോദരിക്ക് കിട്ടിയ സൗഖ്യം കാരണം ആ കുടുംബത്തിലെ 12 പേർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. ആ കുടുംബത്തിലെ 12 പേരെ ദൈവം ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. അങ്ങനെ ദേശത്ത് ആമേൻ സഭയെ ദൈവം ഉറപ്പിക്കുവാനിടയായിത്തീർന്നു. പുതിയ ആത്മാക്കളെ നൽകി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ ആ ദേശത്ത് വെളിപ്പെടുവാൻ എല്ലാവർക്കും ഒരു അത്ഭുതം. ഇത് എങ്ങനെയാ സംഭവിച്ചത്? അങ്ങനെ ദൈവം ആമേൻ അവരുടെ സ്ഥിതിയൊക്കെ മാറ്റി ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പിന്നെയും ആമേൻ ദൈവം തലമുറകളൊക്കെ കൊടുത്തുന്ന കുടുംബമായി ഞങ്ങളുടെ സഭയിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ഇതുപോലെ പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ആമേൻ ഞങ്ങളിലൂടെ കർത്താവ് അവിടെ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ ഇത് ഇങ്ങനെ ദൈവം അയക്കുന്നിടത്തൊക്കെ പോയി കർത്താവിന് വേണ്ടി ആമേൻ ദൈവം തരുന്ന ആലോചനകളൊക്കെ പറയുക. കോവിഡ് കാലഘട്ടത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകുവാനിടയായി തീർന്നത്. കോവിഡ് ആയിരുന്നപ്പോൾ വീടുകളിൽ ഇങ്ങനെ ആരാധനകളൊന്നുമില്ലാതെ വീടുകളിലായിരുന്ന സമയത്ത് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമല്ലോ, ഞങ്ങളുടെ സൂമിൽ ഒരു അവസരം നൽകട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചാടിക്കേറി പറഞ്ഞു, പാസ്റ്റർ ഞാൻ പറയാം. അപ്പോഴത്തെ ഒരു ഇതില് ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞ ആ ദിവസം അടുത്തു വരും തോറും എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. പക്ഷെ എങ്കിലും പ്രാർത്ഥനയോടെ ഞാന് ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ, ഞങ്ങൾ പാസ്റ്ററിലാണ് താമസിക്കുന്നത്, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എങ്കിലും ഒത്തിരി ഒഴിവുകഴിവുകളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ പറയുമ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തിയ ഒരു ഭാഗമാണ്. ദബോര ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ന്യായപാലനം ചെയ്തു എന്നുള്ള ഒരു മനസ്സിനകത്ത് പെട്ടെന്ന് ഒരു ചിന്ത പരിശുദ്ധാത്മാവ് നൽകി. ദബോരയ്ക്ക് കൊട്ടാരമോ സിംഹാസനങ്ങളോ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈന്തപ്പനയുടെ കീഴിലിരിക്കുമ്പോൾ അവൾക്ക് ദൈവം കൊടുത്ത ആ ഒരു കാര്യം വിശ്വസ്തയോടെ ചെയ്തു എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിനകത്ത് ഇങ്ങനെ ദൈവം നൽകുകയും അതിനോടനുബന്ധിച്ച് ഞാനിങ്ങനെ ആദ്യത്തെ ഫേസ്ബുക്ക് ലൈവിൽ ഞാനിങ്ങനെ മെസ്സേജ് പറയാൻ വേണ്ടിയിരിക്കുക. പക്ഷേ അബദ്ധം, അന്ന് എന്റെ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമാണ്. ഈ ലൈവ് ഓപ്ഷൻ കൊടുക്കാതെ ഞാനിവിടെ ഇരുന്ന് പ്രസംഗിക്കും, വിയർത്ത് കുളിച്ച് ടെൻഷനുണ്ട്. നമ്മുടെ ലോകം മൊത്തം ഇങ്ങനെ നമ്മുടെ ശബ്ദം പോവുകയല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അപ്പൊ കുറെ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ പാസ് കളിക്കുക, സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞില്ലേ, എന്തുവാ കാണുന്നില്ല. ഞാൻ പറഞ്ഞു പാസ് പ്രസംഗം തീരാറായി, മെസ്സേജ് തീരാറായി. അപ്പോഴാ പാസ് ഇവിടെ ലൈവ് ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഒരു കൊച്ചു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലും അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും അന്നില്ല.
അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം കൊണ്ട് ഈ ഫോണും എടുത്തു വെച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ റൂമിന്റെ ഒരു വശത്ത് ഒരു പായ ഇട്ടിട്ടുണ്ട്. ആ പായിൽ ഈ ഫോണും വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക, കരയുക. കർത്താവേ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തില്ല, എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒന്ന് തുറന്നു തരണേ. ഞാൻ തന്നെ പറഞ്ഞ ആ ഒരു കഴുതയാ, ഞാൻ മരം വണ്ടിയാ, ഞാൻ ഒരു പൊട്ടിയാ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് എനിക്കിത് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്റെ എന്ത് വിഷമമുണ്ടെങ്കിലും ആ പായിൽ ചെന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയല്ല, ഇങ്ങനെ പറച്ചില്ല, ഇങ്ങനെ കരഞ്ഞങ്ങ് പറഞ്ഞിങ്ങനെ കരയുകയാണ്. പക്ഷെ എന്തായാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനോടനുബന്ധിച്ച് സൂം വരുന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ഒത്തിരി, ഒരു ദിവസം 4-5 മീറ്റിംഗ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, നമ്മൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. അങ്ങനെ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ വിളിക്കുന്ന ദേവദാസന്മാർ തന്നെ പറയും, നിങ്ങളുടെ നമ്പർ അതിൽ കൊടുക്കണം. അങ്ങനെ ആ നമ്പറിൽ ഒത്തിരി പേര്, ഒത്തിരി സഹോദരിമാർ, തകർന്ന ജീവിതങ്ങൾ, ഒത്തിരി തലമുറകൾ, ഒത്തിരി പേരെന്നെ വിളിക്കാനും എനിക്കറിയാവുന്നതുപോലെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പ്രാർത്ഥന നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലും അതിന്റെ അപ്പുറത്ത് ദൈവം അതിനകത്ത് മേലൊക്കെ വിടുതലുകൾ നൽകി. അങ്ങനെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടുവാൻ, ഒത്തിരി ബന്ധങ്ങളെ, അല്ലെങ്കിൽ ഇത് മുഖാന്തരം എന്നെ അങ്ങനെ ആർക്കും ഒന്നും അറിയത്തില്ല. ജസ്റ്റ് തിരുവനന്തപുരത്ത് ഇവിടെയൊക്കെ ഉള്ളിടങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ പക്ഷെ അതിനപ്പുറം ഒന്നും പോയിട്ടില്ല. എനിക്ക് ബസ് യാത്ര എന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും എന്നെ കൊണ്ട് പറ്റാത്ത ഒന്നാണ്. 1/2 മണിക്കൂർ പോലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എന്നെ എന്നെ ദൈവം ഒത്തിരി ഇടങ്ങളിൽ, കാറിലായാലും അങ്ങനെ തന്നെ, മണിക്കൂറുകൾ ഒന്നും എനിക്ക് പറ്റത്തില്ല. യാത്ര എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ പോകാതെ വീട്ടിൽ മടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവം എന്റെ ജീവിതത്തെ ഒക്കെ മാറ്റി ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഒത്തിരി അവസരങ്ങളെ നൽകി. പിന്നെ ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒത്തിരി ദൈവമേ പ്രസംഗിക്കണമല്ലോ, പറയണമല്ലോ, കുറച്ചുകൂടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ എന്നെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് തന്നെ അതെനിക്ക് ഈ മീറ്റിംഗിന് എന്താ പ്രസംഗിക്കുക അപ്പൊ ഒരു വചനം തരും, അതിനോടനുബന്ധിച്ച് ഇന്ന ആശയം, അതൊക്കെ എഴുതി വെച്ച് അങ്ങനെ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞാണ് സൂം വന്നത്. സൂമിൽ ദൈവം ഒത്തിരി അവസരങ്ങൾ നൽകി. സൂമിൽ പ്രസംഗിച്ചെടുത്ത് തന്നെ നേരിട്ട് പോയി കോവിഡ് കഴിഞ്ഞ് പ്രസംഗിക്കുവാനൊക്കെ ദൈവം എന്റെ ജീവിതത്തിനകത്ത് അവസരങ്ങൾ നൽകുവാനിടയായി തീർന്നു. അങ്ങനെ കൃപയാല് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇങ്ങനെ ആയിരിക്കുന്നു. അങ്ങനെ മീറ്റിംഗിൽ പോയി സംബന്ധിക്കുവാനും മണിക്കൂറുകൾ യാത്ര ചെയ്യുവാനും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല. പാസ്റ്ററിന്റെ, എന്റെ ഹസ്ബൻഡിന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ ദൈവം അതൊക്കെ ഇന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോകാനും മണിക്കൂറുകൾ യാത്ര ചെയ്യാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനാളിൽ എന്നോട് പറഞ്ഞൊരു പ്രവചന ശബ്ദമായിരുന്നു. അതിന്നും മറക്കാതെ എന്റെ മനസ്സിനകത്ത്, ഒന്ന്, നിന്നെ വാഹനം കൊണ്ടുവന്ന് നിർത്തി നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകും എന്നൊരു ദൂത്. അടുത്തൊരു ദൂത്, ഒരു ദേവദാസന്മാർ, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ കാണും. ഈ 2 ദൂതും എന്നോട് കണക്ട് ചെയ്ത് ദേവദാസന്മാർ പറഞ്ഞ ദൂതാണ്. അതുപോലെ തന്നെ ഈ ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിരിച്ചിട്ടോട് നടക്കുമെന്ന് ചിന്തിച്ചത് പോലും അല്ല. പക്ഷെ അതെല്ലാം എന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞതുപോലെ ദൈവം കൊണ്ടുവരുവാൻ, വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തി ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്ന നിലവാരങ്ങളിൽ ദൈവം ഞാൻ പറഞ്ഞല്ലോ, കഴിവൊന്നും കൊണ്ടല്ല, പക്ഷെ ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ കൊണ്ടുപോകാൻ ദൈവം ഭാഗ്യം നൽകി. കോവിഡ് വന്നപ്പോ അതും ഞാൻ ഏറ്റവും കൂടുതൽ മരണത്തോട് മല്ലടിച്ചു. ശ്വാസം മുട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി 3ാമത്തെ കുഞ്ഞ് അപ്പോ വളരെ കുഞ്ഞാ. അപ്പൊ അവൻ എന്റെ കയ്യിലാണ് കിടന്നുറങ്ങുന്നത്. അവൻ മാറിക്കിടക്കത്തില്ല. എല്ലാവർക്കും കുഴപ്പമില്ല, എനിക്ക് മാത്രം, എല്ലാവരും കോവിഡ് ഒന്നും വന്നില്ല, എനിക്ക് മാത്രം കോവിഡ് വന്ന് ഞാൻ മരണത്തോട് ഏകദേശം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ, അപ്പൊ ഇതുപോലെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അന്നാ കണ്ടത്തിലാൻഡി അന്ന് എനിക്ക് വേണ്ടി ഏറ്റവും ഒത്തിരി പ്രാർത്ഥിച്ചു, മോളെ നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ പറഞ്ഞു എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്ന വാക്കുകൾ പ്രിയ ആന്റി എനിക്ക് പറയുവാനും ധൈര്യപ്പെടുത്തുവാനും ഒരു അമ്മയെ പോലെ വിളിക്കുകയൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അന്ന് എനിക്ക് ആന്റിയെ
കണക്ട് കിട്ടിയ ഒരു ബന്ധം, ഒരു സൂമിലൂടെ കിട്ടിയ ഒരു ബന്ധം. അറിയാമെങ്കിലും നമ്പറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ വയ്യാതായപ്പോ മോളെ ഇന്ന ഒരു സൂം മീറ്റിംഗ് കൊണ്ട്, ഡെലിവറൻസ് മീറ്റിംഗ്, മോൾ അതിൽ കയറ്, ആ ദേവദാസിനെ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു പ്രിയ ആന്റി. അങ്ങനെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു സ്വപ്നം കാണുക. അതിങ്ങനെയായിരുന്നു, ഞാനൊരു ബാഗും തൂക്കി, ഒരു ചുവന്ന ബാഗും തൂക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിട്ട്. അപ്പൊ എനിക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത ആ സാഹചര്യത്തിൽ ഞാൻ ഒരു സ്വപ്നം കാണും. അപ്പൊ എന്റെ മനസ്സിനകത്ത് മുഴുവൻ ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇത് മരിക്കുന്നത്, ഈ യാത്രയെ കുറിച്ച് കണ്ടല്ലോ, ഇത് മരണത്തിന്റെ യാത്രയാണെന്നുള്ള ഒരു ചിന്ത മനസ്സിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ കയറിയിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞാൽ മരിക്കും എന്നുള്ള ചിന്തയായിപ്പോയി. പക്ഷേ ആ ചുവന്ന ബാഗും തൂക്കിക്കൊണ്ട് സുഖമായ ശേഷം എന്താണോ സ്വപ്നം, അന്ന് എനിക്ക് ചുവന്ന ബാഗൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരി അവൾ ടൂറ് പോയപ്പോൾ അവര് മേടിച്ചപ്പോൾ എനിക്കും കൂടെ ഒരു ചുവന്ന ബാഗ് മേടിച്ച്. ആദ്യമായിട്ട് കോവിഡൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഒരു മീറ്റിങ്ങിന് ഈ ചുവന്ന ബാഗും പിടിച്ച്, അന്ന് ആരുമില്ല, ഒറ്റയ്ക്ക് ആ സ്വപ്നം എന്റെ ജീവിതത്തിനകത്ത് സാക്ഷാത്കരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം അവസരങ്ങളെ ഒരുക്കി നേകടങ്ങളിൽ കർത്താവിന്റെ ശബ്ദമായിട്ട് നിൽക്കുവാൻ ഈ പ്രായത്തിൽ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ പല രോഗങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എന്റെ മൂത്ത പൈതന് അവന് 18 വയസ്സുണ്ട്. അവന് 9 മാസം ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് കിട്ടത്തില്ല, ഇവൻ ജനിച്ചാലും ഒരു വശം അംഗവൈകല്യമുള്ളവനായിരിക്കും, അമ്മയെ രക്ഷപ്പെടുത്താം, കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന് അന്നത്തെ മെയിൻ ഡോക്ടർ ആയിരിക്കുന്ന ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് വിധി പറഞ്ഞു. പക്ഷെ അറിയാവുന്ന ഇതെന്നെ ആരും അറിയിച്ചില്ല. പക്ഷെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും എന്റെ അമ്മയും പപ്പയും അറിയാവുന്ന എല്ലാവരും കൊണ്ടും പ്രാർത്ഥിച്ചു. ഏകദേശം 21 ദിവസം SIT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ വളരെ പ്രയാസത്തിന് 21ാമത്തെ ദിവസം സ്കാനിങ് എടുത്തപ്പോ ദൈവം സ്ഥിതിയെ മാറ്റിമറിച്ചു. അംഗവൈകല്യമുള്ള കുഞ്ഞെന്ന് പറഞ്ഞ സ്കാനിങ് റിപ്പോർട്ടിനെ തിരുത്തി കുറിച്ചിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം നൽകുവാനിടയായിട്ട്, കുഞ്ഞ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അംഗവൈകല്യം കാണുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നല്ലൊരു തലമുറയെ നൽകുവാനിടയായി തീർന്നു. 3 മക്കളുണ്ട്, 2 മോന് 1 മോള്. അങ്ങനെ ഞങ്ങൾ ഇന്ന് കൃപയാൽ പൊന്നമ്പി ന്യൂ ഇന്ത്യ ദൈവസഭ ശുശ്രൂഷയോടനുബന്ധിച്ച് ആ ദേശത്തായിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം അത്ഭുതമായി ഒരു കുടിയന്റെ മകളെ എത്രത്തോളം ദൈവം സ്നേഹിച്ചു, ചോദിച്ചതിലും നനച്ചതിലും ആഗ്രഹിച്ചതിലൊക്കെ അപ്പുറമായി ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ദൈവം ഞങ്ങളെ നിർത്തി. പപ്പ ഹസ്ബൻഡിന്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി പ്രിയ മാതാവും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എങ്കിലും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി. കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും പരിഹാസങ്ങളൊക്കെ ജീവിതത്തിനകത്ത് അനവധി കടന്നു വന്നെങ്കിലും പറഞ്ഞ വാഗ്ദത്വങ്ങളൊന്നും പാഴായി പോയില്ല. എല്ലാ വാഗ്ദത്വങ്ങളും അടിയുടെ ജീവിതത്തിനകത്ത് അത് ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് പറയാൻ ഒറ്റ ആഹ്വാനേ ഉള്ളൂ. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം ഏതവസ്ഥയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഏതവസ്ഥയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്റെ പപ്പയെ മാറ്റിയ, എന്റെ ജീവിതത്തെ മാറ്റിയ, എന്റെ സാഹചര്യങ്ങളെ മാറ്റിയ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനക്കേടിന്റെ അന്തരീക്ഷങ്ങളെ മാറ്റി ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്ന ലോകം തരുന്നതുപോലെയല്ല എന്ന് പറഞ്ഞ സമാധാനദായകനായിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കകത്തും വാഴട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഈ സമാധാനം നൽകിയ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. നമ്മെ താനിരിക്കുന്നിടത്ത് നമ്മെ കൊണ്ടുപോകാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ന്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ നിൽക്കുവാൻ, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല, പക്ഷെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ കൊണ്ടുപോകുവാൻ വേഗത്തിൽ വരാൻ പോവുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. ഒരു കൂട്ടം പേരെ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നു. നിങ്ങളൊരു ആഹ്വാനം ഒന്നു മാത്രമേ ഉള്ളൂ: എന്റെ കർത്താവ് വരാൻ പോകുന്നു, ഒരുങ്ങാം, വിശുദ്ധിയോട് നിൽക്കാം, കർത്താവിനെതിരേപ്പാൻ ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് സിസ്റ്റർ നമ്മളോട് പങ്കുവെച്ചത്.
ഒരു പക്ഷേ തകർന്നു പോകാമായിരുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ കരുണ അത്ഭുതമാക്കി മാറ്റി. യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, പിൻപറ്റിയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, മാന്യതകൾ, ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് തന്ന നന്മയാണ്. ചിലപ്പം കർത്താവ് നമ്മൾ നിർബന്ധിക്കും. അന്ന് ഹസ്ബൻഡ് ഇനിയും വേല ചെയ്യാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നപ്പോൾ കർത്താവ് നമ്മളെ നിർബന്ധിച്ചു. വേദോസത്തിൽ അങ്ങനെയുള്ള വചനങ്ങളില്ലേ? അവനെന്നെ നിർബന്ധിക്കുന്നു എന്നുള്ളൊരു വചനം പ്രവാചകനാകുന്ന ജെറമ്യാവും പൗലോസും ഒക്കെ പറയുന്നതാ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്തിനാ നിർബന്ധിക്കുന്നത്? കർത്താവിനറിയാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പാത ഇതാണെന്നറിയാം. നമ്മൾ മാറി നിൽക്കുന്നു. പക്ഷേ നിർബന്ധിച്ച് നമ്മെ ഇറക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള ഒരു വഴിയിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കർത്താവിനെ മനസ്സിലാക്കാൻ കർത്താവിനെ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ പിന്നത്തേതിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോഴാണ് കർത്താവ് എത്ര വൻകാര്യങ്ങളെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നല്ല അനുഭവത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങളെ കുടുംബമായിട്ട് ഇനി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശുശ്രൂഷകളിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സിസ്റ്റർ. ഓക്കെ മാസ്റ്റർ. പരിശുദ്ധനായിരിക്കും ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എന്റെ ജീവിതത്തിനകത്ത് ദൈവം നടത്തിയ വിധങ്ങളെ ആ ചാനലിലൂടെ പറയുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു അനുഗ്രഹിക്കുമാറാകണമേ. ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിനകത്തൊരു പ്രചോദനമായി, ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. തകർന്ന ഏതെങ്കിലും മനസ്സുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ, കുടുംബം തകർന്നത്, ജീവിതങ്ങൾ തകർന്നത്, മദ്യപാനത്തിലും മയക്കുമരുന്നിന്റെ ആസക്തിയിലും ആയിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഇന്നും ഉണ്ട് കർത്താവേ. അപ്പൊ ഈ ശബ്ദം അവരുടെ വീടുകളിൽ അവരുടെ ചെവികളിൽ മുഴങ്ങുമ്പോൾ ഈ സമാധാനം അവരുടെ ജീവിതങ്ങൾക്കകത്ത് അനുഭവിച്ചറിയത്തക്കവണ്ണം ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അവരുടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതവരുടെ ജീവിതത്തിനകത്ത് ആമേൻ വിടുതലായി തീരുവാൻ, ആമേൻ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകം വിടുതൽ പ്രാപിക്കുവാൻ, യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ. മന്ത്രവാദങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയത്തില്ല, ആ വിചാരത്തിന് സമാധാനം നൽകുവാൻ കഴിയത്തില്ല. ആമേൻ സമാധാനം നൽകുവാൻ കഴിയുന്നത് യേശുവിൽ കൂടെ മാത്രമെന്ന് മനസ്സിലാക്കി അനേകർ ഈ സത്യത്തിലേക്ക് കടന്നു വരുവത് ഇവിടെയാക്കണമേ. ഈ സാക്ഷ്യം അനേകരിൽ എത്തട്ടെ കർത്താവേ. ഈ രമാശന്തരാധികമനെ ഇത് കേൾക്കുമ്പോൾ തന്നെ അനേക ജീവിതങ്ങൾ പണിയപ്പെടുവാൻ, അനേക വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായ കർത്താവിന്റെ ദാസനെ, ദാസിയെ അപ്പാകരങ്ങളിൽ തരുന്ന കർത്താവേ, ഇതുപോലെ ചെയ്യുന്ന സാക്ഷികൾ അനേകർക്ക് വിടുതലായി തീരുവാൻ, അനേകർ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ഈ സാക്ഷ്യങ്ങൾ അനേകർക്ക് വിടുതലായി തീരുവാൻ, കർത്താവ് ഇതിലൂടെ അനേകർ മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, നിത്യതയുടെ അവകാശികളായി തീരുവാൻ, ജീവപുസ്തകത്തിനകത്ത് പേരെണ്ണി കാണുവാൻ ദൈവത്തോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് കാണുന്ന ഒരു വ്യക്തി പോലും, ഇത് കേൾക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതേ കർത്താവ്. നിറഞ്ഞ മനസ്സോടെ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ സഭ സിസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീർക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.